IABHന്റെ 1459 ദിന വെബിനാർ ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഒരു പുത്തൻ അതിഥിയാണ് എത്തുന്നത്. നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് വളരെ പ്രിയങ്കരിയായ ഡോക്ടർ സൂസൻ മത്തായി ആലിങ്കൽ എന്ന വിശിഷ്ട വ്യക്തിത്വമാണ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്ന പ്രമുഖയായ ഡോക്ടറാണ് ഡോക്ടർ സൂസൻ മത്തായി ആലിങ്കൽ. സെഷൻ തുടങ്ങുന്നതിന്റെ ആദ്യ ഭാഗമായി 1 മിനിറ്റ് മൗന പ്രാർത്ഥനയാണ്. നന്ദി. മലയാള വിഭാഗം വീണ്ടും ഡോക്ടറെ പ്രസന്റ് ചെയ്യുന്നതിനും അതിഥിയെ ക്ഷണിക്കുന്നതിനും മറ്റുമായി ശൈല ഡോക്ടറെ ഞാൻ ക്ഷണിക്കുകയാണ്. അൺമ്യൂട്ട് ചെയ്യും ഡോക്ടർ. യെസ്. താങ്ക് യു ഡോക്ടർ ധനേഷ്. ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ, ഇനി ഗസ്റ്റിനെ ക്ഷണിച്ചാൽ മതി അല്ലേ? ഡോക്ടർ ഗസ്റ്റിനെ ഒന്നുകൂടെ ഒന്ന് പ്രസന്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഹോമിയോപ്പതി. ഓക്കെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായി എത്തുന്നത് എൻ്റെ സുഹൃത്തു കൂടിയായ ഡോക്ടർ സൂസൻ മത്തായിയാണ്. ഡോക്ടർ സൂസൻ മത്തായി ആലിങ്കൽ ആണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായി എത്തുന്നത്. ഡോക്ടർ ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. കോതമംഗലത്താണ് അവസാനം ജോലി ചെയ്തത്. അതുപോലെ തന്നെ ഡോക്ടർ നേരത്തെ നമ്മുടെ ഹോംകോ ജില്ലാ മെഡിക്കൽ സ്റ്റോറിന്റെ മാനേജരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് മുത്താരിൽ വടവുകാട് എന്ന സ്ഥലത്ത് ഡോക്ടർ ഇപ്പൊ താമസിക്കുകയും അവിടെ സ്വകാര്യ പ്രാക്ടീസും ചെയ്തു വരികയാണ്. ഞങ്ങള് സർവീസിലുണ്ടായിരുന്ന സമയത്ത് നേരത്തെ സുഹൃത്തുക്കളാണ്. പല സ്ഥലത്തും ഞങ്ങൾ ട്രെയിനിങ്ങിനെല്ലാം ഒന്നിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ സുഹൃത്തിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പിന്നെ ഡോക്ടർ ഇന്ന് എടുക്കുന്ന വിഷയം വേറിട്ട ഒരു വിഷയമാണ്. ഹോമിയോപ്പതി ഒരേ ചികിത്സയിൽ വ്യത്യസ്ത സമീപനം, അതാണ് ഇന്നത്തെ വിഷയം. ഡോക്ടർ അത് വളരെ വളരെ നല്ല ഒരു ക്ലാസ്. ഞാൻ ഡോക്ടർ നേരത്തെ ഒരു സംഘടനയ്ക്ക് വേണ്ടിയൊക്കെ ക്ലാസ് എടുക്കുന്നത് കേട്ടിട്ടുണ്ട്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു അന്ന് ഞാൻ അങ്ങനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അതുപോലെ നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ സൂസൻ മത്തായി ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങാൻ ഡോക്ടറെ ക്യാമറ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവോ സൂസൻ ഡോക്ടറെ? കുറച്ചുകൂടെ മതി. ക്ലിയർ ആയി. കേൾക്കാം. ഒത്തിരി വോളിയം കൂട്ടിയാൽ കൊള്ളാം. എല്ലാവർക്കും നമസ്കാരം. സത്യത്തില് ഡോക്ടർ ശൈല എന്നെ ഏതാണ്ട് 1 വർഷമായി വിളി തുടങ്ങിയിട്ട് ഈ ക്ലാസ്സിലേക്ക്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഒരു ക്ലാസ് സമ്മതിച്ചതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ ദിവസം രാവിലെ ഞാനൊന്ന് വീണ് എൻ്റെ കൈ ഒരു ചെറിയ ഫ്രാക്ചർ, ഒരു ചെറിയ കൺകഷൻ ഉണ്ടായി. അങ്ങനെ എനിക്ക് ആ ക്ലാസ് എടുക്കാൻ പറ്റാണ്ടായിപ്പോയി. പിന്നെ ഡോക്ടർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കും, കൈ ശരിയായോ, ക്ലാസ് എടുക്കാറായോ. ഒരു ദിവസം എന്നോട് ചോദിക്കുകയും ചെയ്തു, ഈ ക്ലാസ് എടുക്കുന്നതിന് കൈക്ക് കുഴപ്പമുണ്ടെങ്കിലും ക്ലാസ് എടുക്കുന്നതിന് എന്താ കുഴപ്പമെന്ന്. അതുവരെ അത്ര ഇതായിട്ടാണ് പോയത്. അപ്പൊ സത്യത്തില് ശൈലയോട് ശൈല എന്നൊക്കെ ഞാൻ അങ്ങ് വിളിക്കുവാണേ. ഡോക്ടർ ശൈലയോട് ഒരു വാക്ക് പറഞ്ഞത്, എനിക്ക് വാക്ക് മാറ്റുന്നത് ഇഷ്ടമല്ല. വാക്ക് പറയുകയാണെങ്കിൽ ആ വാക്ക് നടത്തിയിരിക്കണം, അതെനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഇങ്ങനെ ഒരു ഉദ്യമത്തിന് തയ്യാറായത്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ അങ്ങനെ ഭയങ്കര പ്രശസ്തിയൊന്നുമല്ല, ഒരു തട്ടിമുട്ടി ജീവിക്കുന്ന ഒരാള്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അത്രയും ഭയങ്കരമായ ഒരു ഇതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട കേട്ടോ. അത് കൃത്യം പറയുകയാണേ. ഏറ്റവും ഇതിലെനിക്ക് ആദ്യമേ തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യം ഒരു കേസ് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി
എഫക്റ്റീവ് ആകും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആദ്യം തന്നെ കുറെ തിയറി പറഞ്ഞ് മുഷിപ്പിക്കുന്നേക്കാളും നല്ലത് നമുക്ക് അന്നന്നത്തെ ദിവസം നമുക്ക് മുമ്പോട്ട് പോകാൻ എളുപ്പമുള്ള വഴികളിലേക്ക് പോകുന്നതല്ലേ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കേസ് ആദ്യം പറയുന്നതാണ്. ഈ കേസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇത് 2016 എൻ്റെ അടുക്ക വന്ന ഒരു കേസാണ്. 2016 ആദ്യ സമയത്ത് തന്നെ എൻ്റെ അടുക്ക വന്നതാണ്. 1/2016 വന്നതാണ് ഈ കേസ്. ഈ പേഷ്യന്റിന് ഇദ്ദേഹം എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് വരുന്നു എന്നും പറഞ്ഞാണ് പാരൻസ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ഇവരുടെ പാരൻസ് എൻ്റെ പേഷ്യൻ്റ് ആയതുകൊണ്ട് അവർക്ക് അറിയാമായിരുന്നു ഹോമിയോപ്പതി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ അവരെനിക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നിരുന്നില്ല. അപ്പോൾ ഇവര് ഈ അവർക്കും പല കംപ്ലൈൻറ്റ്സ് ഉണ്ടായിരുന്നു. ഒരാൾ, അതായത് അമ്മയ്ക്ക് ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, അച്ഛൻ BP പേഷ്യൻ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രെയിനിൽ ഒരു ക്ലോട്ടിംഗ് ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഈ പയ്യന് ഫിറ്റ്സ് ആണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നത്. ഇദ്ദേഹം മാരീഡാണ്, 27 വയസ്സോളം പ്രായമുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് ഞാൻ പേര് പറയുന്നില്ല, മിസ്റ്റർ എം എന്ന് തന്നെ വെക്കാം. ഓക്കെ. അപ്പൊ ഇദ്ദേഹം എൻ്റെ അടുക്ക കൊണ്ടുവന്നത് ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് വന്നിട്ട്, ഫിറ്റ്സ് വരുമ്പോ സഡൻലി, അതായത് ഒരു ഓർമ്മയൊന്നുമില്ലാതെ എവിടെയാണോ എന്താണോ ഒന്നും അറിയാത്ത പോലെ ഒറ്റയടിക്ക് ഫിറ്റ്സുമായിട്ട് വീഴുക. അതുപോലെ അപ്പൊ ഞാൻ ഇവരുടെ ബ്രെയിൻ ഒന്ന് സ്കാൻ ചെയ്യിപ്പിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ഫിറ്റ്സ് വരണതെന്നൊന്ന് അറിയണമായിരുന്നു. അപ്പൊ സ്കാൻ ചെയ്തപ്പോൾ കണ്ടത് എപ്പിലെപ്റ്റിഫോം അബ്നോർമാലിറ്റി ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ടെമ്പറോ ഫ്രോണ്ടൽ റീജിയനിൽ ഫോക്കൽ മോഡറേറ്റ് ഡിസ്ഫങ്ഷൻ കാണിച്ചിരുന്നു. പിന്നെ ഇതല്ലാതെ ഇദ്ദേഹം ഇങ്ങനെ എപ്പോഴും വീഴുന്നത് കൊണ്ട് അദ്ദേഹത്തിന് സെപ്റ്റോള് 300 mg 3 നേരം കൊടുത്തിട്ടും കൂടി ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇത്രയും ഈ സെപ്റ്റോള് 3 നേരം കൊടുത്തിട്ട് പോലും ഫിറ്റ്സ് വരികയും ചെയ്യുന്നു. ടെമ്പർ റീജിയനില്, ഫ്രോണ്ടൽ റീജിയനില് ഫോക്കൽ മോഡറേറ്റ് ഡിസ്ഫങ്ഷൻ കാണിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നിട്ട് ഞാൻ ഈ പയ്യനെ ANA പ്രൊഫൈല് ടെസ്റ്റ് ചെയ്യാനായിട്ട് വിട്ടു. ANA പോസിറ്റീവ് ആയിരുന്നു. ANA SM ബോർഡർ ലൈൻ പോസിറ്റീവ് ആയിരുന്നു ഈ കേസ്. ഇത് പോരാതെ ഈ പയ്യന്റെ ദേഹം മുഴുവൻ സോറിയാസിസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ദേഹം ആസകല സോറിയാസിസ്. ഇത് പോരാതെ കാലുകൾ രണ്ടിലും കയ്യിലും ബ്രൊമിഡറോസിസ് ഉണ്ടായിരുന്നു. ബ്രൊമിഡറോസിസ് എന്ന് പറഞ്ഞാൽ മൊരിച്ചില്. പ്രത്യേകം പറയട്ടെ, ഇത് നമ്മൾ ഒരു റേഡിയോ പ്രഭാഷണമല്ല കേട്ടോ. ആർക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. അങ്ങനെ ഇത് അപ്പോഴല്ലേ നമ്മളെല്ലാവരും ഒരു സന്തോഷത്തോടെ ഒരു ക്ലാസ് കേൾക്കാൻ പറ്റുള്ളൂ. ഡോക്ടറെ, നമ്മളെ ഈ ചോദ്യോത്തരേ ലാസ്റ്റ് വെക്കോളൂ, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും. ഓക്കെ. ശരി. ഇവിടെ ഉള്ള എല്ലാ സീനിയേഴ്സിനെ, പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥ ഭദ്ര മാഡം അതിലുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. മാഡത്തിന് ഒരു ഹാർട്ടി വെൽക്കം. പിന്നെ എല്ലാവർക്കും വെൽക്കം ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. ഈ ബ്രോമിഡറോസിസ് വന്നിട്ട് ദേഹം മുഴുവൻ സ്ട്രയേഷൻസ് ഉണ്ടായിരുന്നു. ലോവർ ലിംസിൽ മുഴുവൻ സ്ട്രയേഷൻസ് ഉണ്ടായിരുന്നു. ഈ പയ്യന് ചെറുപ്പത്തില് ഈ ബ്രോമിഡറോസിസിന് വേണ്ടിയിട്ടും സോറിയാസിസിന് വേണ്ടിയിട്ടും കുറെ ട്രീറ്റ്മെന്റ് ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയും എല്ലാം ചികിത്സിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് പിന്നീട് എൻ്റെ അടുക്ക കൊണ്ടുവരുന്നത്. 2016 ഞാൻ ഗവൺമെന്റ് ഡിസ്പെൻസറിയിൽ വന്ന കേസാണിത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് ഡിസ്പെൻസറികളിൽ നമ്മളിരിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കിത് മുഴുവനും ഒന്നും വിശദമായിട്ട് കേൾക്കാനുള്ള ഒരു ടൈമിംഗ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ വേഗം കേസെടുത്ത് മെഡിസിൻ എല്ലാം ചോദിച്ചു. അപ്പൊ ചോദിച്ചു വന്നപ്പം ഇദ്ദേഹത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത് ധൈര്യം തീരെ കുറവുള്ള പയ്യനാണ്. പൊതുവെ തൻ്റെ ഇടം കുറവാണ്. എല്ലാ കാര്യത്തിലും ഒരു പേടിയുള്ള ആളാണ്. അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള ആളാണ്. ഹൈലി അഫക്ഷനേറ്റ് ആണ്. അച്ഛനും ഉമ്മ ഒരു മുസ്ലിം യുവാവാണ്. ഉമ്മ എന്ന് പറഞ്ഞാൽ ജീവനാണ് അവന്. ഉമ്മ ഒരു ടീച്ചറാണ്. അച്ഛൻ BSNL ജോലി ചെയ്യുന്ന ഒരു ആളാണ്.
അപ്പൊ ഇവർ രണ്ടുപേരും വളരെ ലവിങ് ആയ പാരന്റ്സ് ആണ്. അവരുടെ വാക്കില് ഇവർക്കിടെ വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഇദ്ദേഹം അടുക്കും ചിട്ടയും കുറവുള്ള വ്യക്തിയാണെന്നാണ് പറഞ്ഞത്. ആള് വളരെ മൈൽഡും സ്നേഹവും അഫക്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അടുക്കും ചിട്ടയും കുറവാണ്. വേദന ഒട്ടും സഹിക്കില്ലാത്തയാളാണ്. ഒരു തരി പോലും വേദന സഹിക്കത്തില്ല. ഹൈലി സെന്റിമെന്റലാണ്. വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഭയങ്കര പെട്ടെന്ന് വല്ലാണ്ട് സങ്കടപ്പെടുന്ന ഒരാളാണ്. ഇത്രയുമാണ് അന്ന് അവരെന്നോട് പറഞ്ഞത്. 2016 കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതെല്ലാം വെച്ചിട്ട് 1-to-1 അറ്റാച്ച്മെന്റ് എന്നുള്ള ഒരു പോയിന്റ് വെച്ചിട്ട് കൽക്കേരിയം മ്യൂറാറ്റിക്കം 200 ഒരു ഡോസ് കൊടുത്തു. കൽക്കേരിയം മ്യൂർ കൊടുത്ത് ആദ്യം ഒരു കുഴപ്പമില്ലാണ്ട് പിന്നീട് ഫിറ്റ്സേ വന്നിട്ടില്ല. അപ്പൊ ഈ പയ്യൻ ഹോട്ട് ആൻഡ് തേഴ്സ്റ്റ്ലെസ് ആണ്, ചില്ലിയല്ല. പിന്നെ ആളിന് എല്ലാ ഭക്ഷണ സാധനങ്ങളും ഇഷ്ടമുള്ള ആളാണ്, എല്ലാം കഴിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് കൽക്കേരിയം മ്യൂർ 200 1 ഡോസ് ഞാൻ കൊടുത്തു. കുറെ നാളത്തേക്ക് ഒരു പ്രശ്നവും ഇല്ല. എഗൈൻ 11/2016 എഗൈൻ അവർ വരുവാണ്. ഈ പയ്യന് രണ്ടാമത് ഫിറ്റ്സ് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ ഫിറ്റ്സ് വന്നപ്പോ എന്ത് ചെയ്തു? ഈ ഫിറ്റ്സ് വന്നതിന് തൊട്ട് മുമ്പ് എന്താ ഉണ്ടായേ? വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായോ? ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും മരുന്നുകൾ പുരട്ടിയായിരുന്നോ? എന്തെങ്കിലും മെഡിസിൻസ് ഈ സോറിയാസിന് വേണ്ടി? സോറിയാസിസ് വന്ന് അവിടെ ഇവിടെ ഒക്കെ പൊട്ടലൊക്കെ ഉണ്ടോ കുറേശ്ശെ? അപ്പം സോറിയാസിസ് വന്നതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് ഉപയോഗിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഇല്ല, ഒന്നും പുരട്ടാറില്ല ഞങ്ങള് എന്ന് പറഞ്ഞു. വെളിച്ചെണ്ണയാണ് പുരട്ടാറുള്ളത്. ഡോക്ടർ വെളിച്ചെണ്ണയല്ലേ പുരട്ടാൻ പറയാറുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് കഴിയുന്നതും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കരുതെന്ന് പറയാറുണ്ട്. കാരണം നമുക്ക് തന്നെ അറിയാം, ടെമ്പറോ ഫ്രോണ്ടൽ ഏരിയയില് ഫോക്കൽ മാൽഫോർമേഷൻ ഉള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ന്യൂറൽ ക്രസ്റ്റ് ഡിസോർഡർ ഉള്ള കേസാണ്. എപ്പിലെപ്റ്റിക് ഫോം അബ്നോർമാലിറ്റി ഉള്ള ആളാണ്. SSA പോസിറ്റീവായ കേസാണ്. അങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ ഒരു കാരണവശാലും പുറമെ എന്തെങ്കിലും മരുന്ന് പുരട്ടി ഒരു സ്കിൻ ഇറപ്ഷൻ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ട് ഒന്നും പുറമെ പുരട്ടരുതെന്ന് പറയാറുണ്ടായിരുന്നു. ഇവര് പറഞ്ഞു ഇല്ല, പുരട്ടിയില്ല എന്ന് പറഞ്ഞു. എഗെയിൻ ഞാൻ കൽക്കേരിയം മ്യൂർ തന്നെ ഒരു ഡോസും കൂടെ കൊടുത്തു. കുറെ നാളത്തേക്ക് കുഴപ്പമില്ല. എഗെയിൻ 3/3/17 പിന്നെയും ഫിറ്റ്സ് വന്നു. സിവിയർ ഫിറ്റ്സ് ആയിരുന്നു. ഈ കുട്ടിയുടെ പയ്യന്റെ അമ്മ ഭയങ്കര കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ഡോക്ടറെ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചോണ്ട്. അപ്പൊ ഞാൻ കൽക്കേരി ഗ്രൂപ്പിൽ സത്യത്തിൽ ക്യൂർ കുറഞ്ഞു വരുന്നുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് അനദർ കൽക്കേരിയ ഇവൻ ഒട്ടും അടുക്കും ചിട്ടയും ഇല്ലാത്തവനാണ് എന്നുള്ള ആ പോയിന്റ് വെച്ചിട്ട് അന്നത്തെ കാലത്ത് ചെയ്തതാണ്. 2017 3/3/2017 കൽക്കേരിയ സൾഫ് 200 ഒരു ഡോസ് കൊടുത്തു. പിന്നെ കുറെ നാളത്തേക്ക് ഇവരെ ഞാൻ കണ്ടിട്ടേയില്ല. അതായത് 3/3/2017 കൽക്കേരിയ സൾഫ് കൊടുത്തതിന് ശേഷം പിന്നെ ഇവര് വന്നിട്ടേയില്ല. ഇങ്ങനെ ഇരിക്കെ എഗെയിൻ 3/21 അതായത് മാർച്ച് 2021 മാർച്ചിൽ ഈ പേഷ്യന്റ് തിരിച്ചു വരുവാണ്. അപ്പം സെപ്റ്റോൾ ഉപയോഗിക്കുന്നില്ലായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അപ്പൊ ഞാൻ സെപ്റ്റോൾ കുറേശ്ശെ ടേപ്പർ ഡൗൺ ചെയ്തിരുന്നു. സെപ്റ്റോൾ 300 വെച്ച് 3 നേരം കഴിച്ചിരുന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 300 വെച്ച് കഴിക്കാതെ കുറേശ്ശെ കുറയ്ക്കാൻ പറഞ്ഞു. ഇപ്പൊ രാവിലത്തെ 300 200 ആക്കുക. കുറച്ച് നാൾ കഴിയുമ്പോൾ ഉച്ചത്തെ 300 200 ആക്കുക. അങ്ങനെ കുറേശ്ശെ ടേപ്പർ ഡൗൺ ചെയ്യാൻ പറഞ്ഞ് ഒരു കംപ്ലീറ്റ് ആയിട്ട് സെപ്റ്റോൾ ഒഴിവാക്കിയിരുന്നു. സെപ്റ്റോൾ ഒഴിവാക്കിയെങ്കിലും ഒരു നേരത്തെ 200 ഒരു നേരം ഉച്ചത്തെ മാത്രം സെപ്റ്റോൾ 300 ആക്കുകയും ബാക്കി 200 ആക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കൽക്കേരിയ സൾഫ് കൊടുക്കുന്നത്. 3/3/2021 3/3/2017 കൽക്കേരിയ സൾഫ് കൊടുത്തു. എഗൈൻ പിന്നെയും വന്നത് 5/21 2021 മെയ് മാസത്തിലാണ് പിന്നെ ഈ പേഷ്യന്റ് വരുന്നത്. സിവിയർ അറ്റാക്ക് വരുവാണ് എന്നും പറഞ്ഞുകൊണ്ട് വന്നു. അപ്പൊ ഞാൻ ഇവരുടെ ഫിറ്റ്സിന്റെ രീതികളെല്ലാം ചോദിച്ചു. ഈ രീതികൾ ചോദിച്ചു കഴിഞ്ഞപ്പം
അവൻ പറഞ്ഞു ബോധമില്ലാതെയാണ് വീഴുന്നത്, അറിയുന്നില്ല, വല്ലാത്ത വിഷമമാണ്. അപ്പോഴും ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, എന്തെങ്കിലും പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഗർഭിണിയായിരുന്നപ്പം, അതായത് ഈ കുട്ടിയെ ഗർഭിണിയായിരുന്നപ്പം അവന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവന്റെ അമ്മ പറഞ്ഞു, ആദ്യത്തെ 2 കുട്ടികളും പെൺകുട്ടിയായിരുന്നു, ഇപ്പൊ മൂന്നാമത്തത് ആൺകുട്ടിയാണോ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എഗൈൻ അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഫിറ്റ്സ് വരുമ്പോ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു കാലിട്ട് അടിക്കലാണ് ഭയങ്കര കൂടുതൽ എന്ന് പറഞ്ഞു. അപ്പൊ കാലിട്ടടിക്കുന്നത് കൂടുതൽ എന്നുള്ള പോയിന്റ് വെച്ച്, അപ്പൊ ഞാൻ അന്ന് 2021 ഞാൻ കടവന്ത്ര വർക്ക് ചെയ്യുന്ന സമയമാണ്. അവിടെ വന്നാണ് ഈ മരുന്ന് മേടിക്കുന്നത്. അപ്പൊ ഞാൻ ആ കാലിട്ടടിക്കുന്നു എന്നുള്ളത് വെച്ചിട്ട് സിംഗം മ്യൂർ 200 ഒരു ഡോസ് കൊടുത്തു. നമുക്കറിയാം എന്താണ് സിംഗം എന്ന്. ഞാൻ മെഡിസിനെ കുറിച്ച് പറയണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് കേസുമായിട്ട് മുമ്പോട്ട് പോകാം. അല്ല, അത് സെലക്ട് ചെയ്യാനുള്ള കാരണം അതിന്റെ ഇൻഡിക്കേഷൻ പറയാം. സിംഗം എന്ന് പറയുന്ന ഒരു മെഡിസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സിംഗം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ബരേറ്റ പ്ലസ് നക്സോമിക്ക, അതായത് ബരേറ്റയുടെ മൈൻഡും നക്സിന്റെ ബോഡി ഉള്ളവരാണ് സിംഗം. ഡോക്ടർ പ്രഫുൽ വിജയകർ സാറ് സിംഗത്തെ ഇങ്ങനെയാണ് പറയാറുള്ളത്: സൈക്കിൾ കൊണ്ട് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്ന പയ്യന്മാര്. നമുക്ക് എളുപ്പത്തിൽ ഓർമ്മ വയ്ക്കാൻ എളുപ്പമുള്ള പോയിന്റ് അത്. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, റോഡില് വളരെ ഓക്വേർഡായിട്ട് വണ്ടി ഓടിച്ചിട്ട് സൈക്കിൾ വച്ച് ലോറിയെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും. ബുദ്ധിമോശമാണ് അല്ലേ? അവന്റെ ബോഡി ഭയങ്കര നക്സ് പോലെ, ഭയങ്കര ഹറീഡും ഭയങ്കര എന്താ പറയാ ഇൻഡസ്ട്രീസും ആയിരിക്കും. പക്ഷെ മൈൻഡ് വരേറ്റ പോലെ ആയിരിക്കും. എല്ലാ കംപ്ലൈൻസിനും അസോസിയേറ്റഡ് ആയിട്ട് ലോവർ ലിംസ് കൂടുതൽ അഫക്റ്റഡ് ആയിരിക്കും. ലോവർ ലിംസിന്റെ ഇൻവോളണ്ടറി ട്രംബ്ലിംഗ് ഓഫ് ലോവർ ലിംസ് സിംഗത്തിന്റെ മെയിൻ സിംറ്റം ആണ്. ലോവർ ലിംസ് കൂടുതൽ ട്രംബിൾ ചെയ്യും. പിന്നെ സിംഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറെ ലോയലായ പേഷ്യൻസ് ആണ്, കുറച്ചൊക്കെ മര്യാദയും അടക്കം ഒതുക്കം ഉള്ള പേഷ്യൻസ് ആണ്. സിങ്ക് നമുക്കറിയാം ഇസ് എ മെറ്റൽ, പക്ഷേ സിങ്ക് എന്ന് പറയുന്നത് സ്വർണത്തിന് തുല്യമല്ല അല്ലേ, വെള്ളിക്ക് തുല്യമല്ല, ഓടിന് തുല്യമല്ല അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പൊ സംതിങ് ഡിഫറെന്റ് ആണ്. സിങ്ക് ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നത് നെർവസ് സിസ്റ്റത്തിലും ബ്രെയിനിലുമാണ് ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിനിൽ ആക്ട് ചെയ്യുന്ന കുറച്ചൊക്കെ പെരുപരിപ്പൊക്കെ കൂടുതലുള്ള, ഇച്ചിരി ബുദ്ധിക്ക് കുറവ് തോന്നിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഇവന് ഒരു ചെറിയ സ്വർണ്ണക്കടയാണ്, ചെറിയൊരു കട, സാധാരണ ലോക്കൽ സ്വർണ്ണക്കടയാണുള്ളത്. അവൻ എപ്പോഴും എൻ്റെ അടുത്ത് മരുന്നിന് വരുന്നത് രാവിലെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, കടയിൽ ആരുണ്ട്? അപ്പൊ ഞാൻ അവിടെ ഒരു ബംഗാളി പയ്യനെ നിർത്തിയിട്ടുണ്ട്, അവനാണ് കട നോക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു സ്വർണ്ണക്കടയില് ബംഗാളി പയ്യനെ നിർത്തിയിട്ട് മരുന്നിന് വരുവാ മുതലാളി. അവിടെ തന്നെ നമുക്ക് ആ ഒരു ബരേറ്റ പിക്ചർ നമുക്ക് കിട്ടി. ഇതെല്ലാം വെച്ചിട്ട് സിംഗം മ്യൂറാറ്റിക്കം ഒരു ഡോസ് കൊടുത്തു. പക്ഷേ അന്നേരം കുറഞ്ഞു, പിന്നെയും തദൈവ 13/10, അതായത് 5/21 കൊടുത്തു. 10ാം മാസത്തിൽ, അത് 5 മാസം കഴിഞ്ഞപ്പോൾ സിവിയർ അറ്റാക്കുമായിട്ട് വന്നു. സിവിയർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ 4 times in a day. കട്ടിലേന്നൊക്കെ ഉരുണ്ട് താഴെ വീഴുക. ഇവന്റെ വൈഫാണെങ്കിൽ 3ാമത്തെ കുട്ടിയെ പ്രഗ്നന്റ് ആയിരിക്കുക. ആ കുട്ടി ഇത് കണ്ട ഭയങ്കര കരച്ചിലും ബഹളവും പ്രശ്നവും. അപ്പൊ ഞാൻ ബലമായിട്ട് പിടിച്ചു, നീ എന്താ ചെയ്തിരുന്നത് ഈ വിക്സ് മാറി നിൽക്കുന്ന സമയത്ത്? അപ്പൊ ഇവന്റെ ദേഹം മുഴുവൻ ഈ സോറിയാസിന്റെ ഇറപ്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഫെയ്ഡ് ആയിട്ടില്ല. ഈ 5 മാസത്തെ മരുന്ന്, അതിന് മുന്നേ ഒക്കെ അത് ഫെയ്ഡ് ആയിരുന്നു. പക്ഷെ ഈ 3/21 ഞാൻ മരുന്ന് കൊടുത്തിട്ട്, 5/21 മരുന്ന് കൊടുത്തിട്ട് 10/21 വരുമ്പോ അവന്റെ സ്കിൻ എല്ലാം ഇങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്ത് ചെയ്തത് എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ മരുന്ന് നിർത്തി, ഇനി ഞാൻ മരുന്ന് തരത്തില്ല എന്ന് ബലമായിട്ട് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഈ സ്കിൻ കംപ്ലൈന്റും വെച്ചുകൊണ്ട് കടയിൽ പോകാൻ പറ്റുന്നില്ല, മുഖത്ത് വരെ കറുപ്പ് രാശിയുണ്ട്, എല്ലായിടത്തോടെ ഇങ്ങനെ പൊട്ടി നിൽക്കുന്നത് കൊണ്ട് ഈ മുടിയുടെ സൈഡ് വഴി എല്ലാം ഉണ്ട്,
അപ്പൊ അത്രയും പൊട്ടി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് നാണക്കേടായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇച്ചിരി ഓയിൽമെന്റ് ഒക്കെ പെരട്ടാറുണ്ട്. അപ്പൊ ഇവന്റെ അമ്മയും പറഞ്ഞു, ഇവൻ സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങളോട് പറഞ്ഞിരിക്കുകയായിരുന്നു, ഞാൻ ഓയിൽമെന്റ് പെരട്ടുന്ന കാര്യം ഡോക്ടറോട് പറയരുതെന്ന്. കാരണം നമ്മൾ ഏത് മെഡിസിൻ കൊടുക്കുമ്പോഴും ഇവന് കുറയുന്നുണ്ട്, പക്ഷെ പിന്നെ ഇവൻ തിരിച്ചു വരും. കാരണം ഇവൻ ആവശ്യം ഫിറ്റ്സ് മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ സോറിയാസിസ് മാറിയാൽ മതി എന്നാണ് അവന്റെ നിർബന്ധം. ഈ പ്രാവശ്യം ഇത് പൊട്ടി പഴുത്തായിരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഡൗട്ട് വന്നത്, ഇവൻ എന്തോ ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ ബലമായിട്ട് ചോദിച്ചപ്പോഴാണ് പറയണത്, ഞാൻ പലതരം ഓയിൽമെന്റുകളൊക്കെ പുരട്ടാറുണ്ട്, അവിടെ അടുത്തുള്ള ഒരു അലോപ്പതി ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് മേടിക്കും, അദ്ദേഹം തരണ ഓയിൽമെന്റുകളും, ഗുളികയൊന്നും കഴിക്കാറില്ല ഡോക്ടറെ, പക്ഷെ ഓയിൽമെന്റ് പുരട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു, സെപ്റ്റോൾ പോലെയുള്ള ഒരു മെഡിസിൻ വിഡ്രോ ചെയ്തിട്ട് നമ്മൾ നിന്റെ ഫിക്സ് മാറ്റാനുള്ള ശ്രമമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കണം, നിനക്ക് 3 കുട്ടികളാണ്, നീ എന്നും ഇങ്ങനെ ഫിക്സുമായിട്ട് വീഴുകയും സ്വർണ്ണക്കട നടത്തുകയും ചെയ്യണമെങ്കിൽ നിനക്ക് സോറിയാസിസ് മാറിയാൽ മാത്രം മതിയോ? ഫിക്സ് അല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ ഞാൻ അവന് ഹയറാർക്കി ഓഫ് ക്യൂർ പറഞ്ഞു കൊടുത്തു. എന്താണ് നമ്മുടെ ഇവല്യൂഷൻ. നമ്മുടെ ഇവല്യൂഷൻ ഞാൻ സാധാരണ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്ന രീതി ഒന്ന് പറയാം. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ആദ്യമായിട്ട് ഉരുവെടുക്കുമ്പോൾ കുഞ്ഞിന് ആദ്യം മൈൻഡ് അല്ലെങ്കിൽ ആത്മാവാണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് താഴെ ബ്രെയിന്, നാഡീവ്യൂഹങ്ങള്, എൻഡോക്രൈൻസ്, ഫങ്ഷണൽ ഓർഗൻസ് ആയ ഹാർട്ട്, ലിവർ, ലങ്സ്, കിഡ്നി, എല്ലും മാംസവും, രക്തക്കുഴലുകൾ, കുടലുമാലകള്, അവസാനം എല്ലാ സെൻസസും, തൊലിയും. ഇതാണ് നമ്മുടെ ഹൈറാർക്കി ഓഫ് ക്യൂർ. അതായത് ഇവല്യൂഷൻ അനുസരിച്ച് നമ്മുടെ എന്താ പറയുക, ലൈഫിന്റെ എക്സിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം മൈൻഡ് ടു ഫിസിയോളജി, എന്താ പറയുക, മനസ്സും ശരീരവുമാണ്. ആദ്യം മനസ്സാണ്, അത് കഴിഞ്ഞ് ശരീരം. ആദ്യം ന്യൂറൽ പ്ലേറ്റ് ആണ്, അത് കഴിഞ്ഞാണ് എൻഡോക്രൈൻ പ്ലേറ്റ് കഴിഞ്ഞ് ഫങ്ഷണൽ ഓർഗൻസ് ആയ, അതായത് നമ്മുടെ ഡെർമിനൽ ലെയേഴ്സ്, ദെൻ എക്ടോഡേം ലെയേഴ്സ്. അപ്പൊ ഇങ്ങനെ തന്നെ ആയിരിക്കണം ഒരു പേഷ്യന്റിന് സൗഖ്യമാവുമ്പോഴും. ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂറൽ പ്ലേറ്റിലുള്ള കംപ്ലൈന്റ് കുറയാതെ ഡെർമിനൽ ലെയറിലുള്ള സോറിയാസിസ് കുറഞ്ഞാല് ഇത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ഇതുപോലെ കഠിനമായ ഫിറ്റ്സ് ഫ്രീക്വന്റ് ആയിട്ട് വന്നുകൂടും. അതുകൊണ്ട് നമുക്കിത് മാറ്റണ്ടേ, അതുകൊണ്ട് നീ കുറച്ച് ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ബലമായിട്ട് പറഞ്ഞ് മരുന്ന് കൊടുത്തു. കുറെ നാളത്തേക്ക് കുഴപ്പമുണ്ടായില്ല. എഗൈൻ ഞാൻ സിംഗമ്യൂർ 1 പിന്നെയും കൊടുത്തത് കേട്ടോ, കൊടുത്തു. പിന്നെ വന്നതാണ് രസം. ഇവൻ പിന്നെ സ്കിൻ കംപ്ലൈന്റ് എല്ലാം, അപ്പൊ ഫിറ്റ്സ് ഇല്ല പിന്നെ. പക്ഷെ ഇവന് ഭയങ്കര ദേഷ്യമായി, എന്നുവെച്ചാൽ ഇവന് സ്കിൻ കംപ്ലൈന്റ് കുറയാത്തതിന്റെ ദേഷ്യം. അപ്പൊ ഇവൻ വരുമ്പോ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഉപ്പ, ഉമ്മ, ഭാര്യ, 3 മക്കള് എല്ലാം ആയിട്ട് വന്നിട്ട്, മൂത്ത 2 പെൺകുട്ടികളാണ്, ഇളയത് മോനാണ്. ഇവരും എല്ലാരും കൂടെ വന്നിട്ട് എന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇവൻ പാന്റ് കംപ്ലീറ്റ് ആയിട്ട് ഊരിക്കളയും. ഷടി മാത്രം ഇട്ടുകൊണ്ട് എന്റെ മുമ്പിൽ നിന്നിട്ട്, ഡോക്ടറെ നോക്ക്, എന്റെ ഇവിടെ വന്നേക്കുന്നു, ഷർട്ട് മൂരും, ഷടി മാത്രം ഇട്ട് നിൽക്കും എന്റെ മുമ്പില്. എന്നിട്ട് പറയും, നോക്ക് ഡോക്ടറെ, ഇവിടെ പൊട്ടിയേക്കുന്നുണ്ടോ, അവിടെ പൊട്ടിയേക്കുന്നുണ്ടോ, ഇത് ഇങ്ങനെ കൂടിയേക്കുവാണ്, ഞാനിനി എന്താ ചെയ്യണ്ടേ? എനിക്ക് സ്വൈര്യം തരില്ല. ഞാൻ പറയും, ഇത് ഊരണ്ട, എനിക്ക് പറഞ്ഞാൽ മതി, കാര്യം മനസ്സിലാകും. സമ്മതിക്കത്തില്ല. ഇത് ഊരി കാണിച്ചാലേ അവനയച്ച് മതിയാകത്തുള്ളൂ. പല പ്രാവശ്യം ഞാൻ അവനെ ഇറക്കി വിടും. കുറച്ച് കഴിയുമ്പോൾ വാല് തള്ളി തുറന്നകത്ത് കയറി എന്നിട്ട് പറയും, ഡോക്ടറെ ഞാൻ ഇതൊന്ന് കാണിക്കട്ടെ. ഈ ഷടി മാത്രം ഊരില്ല, ബാക്കിയെല്ലാം ഊരി കാണിച്ചു തരും. ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവന് ഹയോസിയാമസ് 200 ഡോസ് ഇത് കൊടുക്കുന്നത് ഞാൻ 3/22 3/22 ഹയോസിയാമസ് 200 2 ഡോസ് കൊടുക്കും. 3/22 ഈ ഹയോസിയാമസ് കൊടുത്ത് കഴിഞ്ഞിട്ടും പിന്നെയും ഇവന് ഫിറ്റ്സ് വന്നു. 8/22 പിന്നെയും ഫിറ്റ്സ് വരിക. അപ്പം ഈ അമ്മയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തായിരുന്നു പ്രഗ്നൻസി ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് ഞാൻ പിന്നെയും ചോദിച്ചു. അപ്പം ആ സമയത്ത് ഞാൻ SCPH+ ബോംബെയിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ബോംബെയിൽ SCPH+ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പം സാറ് പറഞ്ഞിരുന്നു, കൺസെപ്ഷൻ ടൈമിൽ അമ്മയ്ക്കുണ്ടാവുന്ന അമ്മയുടെ ഉള്ളിന്റെ ഉള്ളില് സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്ന പ്രോബ്ലംസ് ആണ് ഓരോ കുഞ്ഞിന്റെയും
ജനറ്റിക് ഇഷ്യൂ ആയിട്ട് നിലനിൽക്കുക. നമുക്കറിയാം, ഒരു കുരുന്നു കുഞ്ഞ് ഗർഭത്തിൽ കിടക്കുമ്പോഴേ തന്നെ ആദ്യത്തെ 3 മാസം ആ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്, ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ള ഡെവലപ്മെന്റ് ആണ് അവന്റെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസിന് കാരണം. 4-ാം മാസം തൊട്ട് അവനിലേക്ക് വൈറ്റൽ ഫോഴ്സ് വന്നു കഴിഞ്ഞു, കൊച്ചു അനങ്ങി കിട്ടും അല്ലേ, അനങ്ങും അല്ലേ. 4-ാമത്തെ മാസം കുട്ടി അനങ്ങൂലേ. 4-ാമത്തെ മാസം അനക്കം കിട്ടി തുടങ്ങുമ്പോൾ, അതായത് അവിടെ ആത്മാവ് വന്നു, സോള് വന്നു. അപ്പൊ അവിടെ തൊട്ട് ഇങ്ങോട്ട് ബാക്കിയുള്ള കാലയളവിൽ അമ്മയ്ക്കുണ്ടാവുന്ന ടെൻഷനും പ്രശ്നങ്ങളുമാണ് ഈ കുട്ടികളുടെ മൈൻഡിലേക്ക് വരുന്ന അസുഖങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഞാൻ ബലമായിട്ട് ചോദിച്ചു, സാർ ഇത് പറഞ്ഞു തന്നതിന് ശേഷം, അതായത് ഓരോരുത്തരുടെയും പെർസെപ്ഷൻ ഡിഫറെന്റ് ആണ്. അവരെങ്ങനെയാണ് അതിനെ കണ്ടതെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതായത് നമ്മളിപ്പോ ഒരു വഴിക്ക് ഇറങ്ങുവാണെന്ന് ഓർത്തോ, വഴി പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇറങ്ങുമ്പം ഒരു പൂച്ച വട്ടം ചാടിയെന്ന് ഓർത്തു. പലരും പല രീതിയിൽ കാണും അല്ലേ. ഒരാൾ പറയും, അയ്യോ പൂച്ച വട്ടം ചാടി ഏറ്റവും ദുശകുനമാണെന്ന് പറയും. വേറെ ആ കാറിലിരിക്കുന്ന കുട്ടി പറയും, നല്ല രസമായിരുന്നു കാണാൻ, ആ പൂച്ച തുള്ളിച്ചാടിയ വട്ടം ചാടിപ്പോയെ, ഒളിമ്പിക്സിൽ പോയാൽ ജയിക്കൂന്ന് പറയും അല്ലേ. വേറൊരാള് പറയും, അയ്യോ ആ പൂച്ച എനിക്ക് തോന്നണ ഏതോ പട്ടി ഓടിച്ചിട്ട് അത് ഓടിയേ തോന്നുന്നു പറയും. വേറൊരാളാണെങ്കിൽ പറയോ, അവൻ ആത്മഹത്യ ചെയ്യാൻ പോയതാന്നാ തോന്നണേന്ന് പറയും. ശരിയല്ലേ. അപ്പൊ ഓരോരുത്തരും ഒരേ സബ്ജക്റ്റിനെ കാണുന്നത് ഡിഫറെന്റ് ആയിട്ട്, അവരുടെ പെർസെപ്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എന്താണോ ആ പെർസെപ്ഷൻ, അത് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഹോമിയോപ്പതിക്കാരുടെ ജോലി. അപ്പോ ഇങ്ങനെ ഇത്രയും വർഷമായിട്ട് 2016 മുതൽ എൻ്റെ അടുക്ക് വന്നിട്ട് പല പ്രാവശ്യം സൗഖ്യമായി പോവും, തിരിച്ചു പോവും. അവന് ഓയിൽമെന്റ് പുരട്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടോ, പനി വന്നപ്പോൾ എന്തെങ്കിലും മെഡിസിൻ എടുത്ത് കഴിച്ചിട്ടോ ഒക്കെ ആയിരിക്കാം ഇത് പിന്നെ വന്നെങ്കിൽ പോലും ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ക്യൂർ എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് വിജയകർ സാർ പറഞ്ഞ ഈ പോയിന്റ് ഞാൻ പഠിച്ചെടുത്തത്. അതായത് ആ പെർസെപ്ഷൻ എന്തായിരുന്നു, അമ്മയുടെ പെർസെപ്ഷൻ എന്തായിരുന്നു ഗർഭിണിയായിരുന്നപ്പോഴായിരുന്നു എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവര് കറക്റ്റായിട്ട് കാര്യം പറയണത്. ഇവര് ഗർഭിണിയായിരുന്ന സമയത്ത് ഇവരുടെ ഹസ്ബൻഡ്, അദ്ദേഹം BSNL ഉദ്യോഗസ്ഥനാന്ന് പറഞ്ഞല്ലോ, ഇവരൊരു ടീച്ചറാണ്. അപ്പം അവരുടെ ഹസ്ബൻഡ് അവരുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പണവും സ്വർണവും ബാങ്കിൽ വെച്ചിട്ട് ഒരു ലോൺ എടുത്തിട്ട് ഈ വണ്ടികൾ നന്നാക്കുന്ന ഒരു വർക്ക്ഷോപ്പ് അദ്ദേഹത്തിന്റെ ഒരു കസിന്റെ കൂടെ ചേർന്ന് നടത്താൻ തുടങ്ങി. ഇദ്ദേഹം BSNL ഉദ്യോഗസ്ഥനാണല്ലോ, കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരനാണ്. അപ്പം ഈ വർക്ക്ഷോപ്പ് ഒന്നും നടത്താൻ പാടില്ലല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു കസിനെ അതിനെ എൻഡോസ് ചെയ്തിട്ട് അയാളുടെ കയ്യിൽ ക്യാഷ് കൊടുത്തിട്ട് ഈ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. 30 ലക്ഷം രൂപ അന്നത്തെ കാലത്ത്, അതായത് ഇവനെ ഗർഭിണിയായിരുന്ന കാലത്ത് 30 ലക്ഷം രൂപ അവരുടെ കയ്യിൽ നിന്ന് ലോസായി എന്നാണ് പറയുന്നത്. അങ്ങനെ 26 വർഷങ്ങൾക്ക് മുമ്പ് ഇവനെ ഗർഭിണിയായിരുന്നു, ഇവന്റെ അമ്മ അവനെ ഗർഭിണിയായിരുന്ന സമയത്ത് ഈ വന്നയാള് ഈ ഷിപ്പ്യാർഡിന്റെ എന്തോ ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പൊ അതില് ഈ ഷിപ്പ്യാർഡിന്റെ കുറച്ച് ഉപകരണങ്ങളും കൂടെ നിർമ്മിക്കാന്നൊക്കെ പറഞ്ഞ് വലിയ കുറച്ച് മിഷനറീസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും എല്ലാം കൂടി വാങ്ങിയിട്ട് ഈ ആള് ലൂട്ട് ചെയ്തതാണോ എന്താന്ന് അറിയത്തില്ല. അത് ഇവർക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയില്ല. ഈ അദ്ദേഹത്തിന്റെ ബന്ധു എന്ന് പറയുന്നത് ഇവരോട് ഭയങ്കര ഫസ്റ്റ് കസിനിൽപ്പെട്ട ആളാണ്. അപ്പൊ അദ്ദേഹത്തിനോട് അങ്ങനെ ഇടഞ്ഞു ചോദിക്കാൻ ഇദ്ദേഹത്തിന് അറിയൂല. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, മിണ്ടാതിരുന്നു, സഹിച്ചു. പക്ഷെ ഈ അമ്മ ഇവനെ ഗർഭിണിയായിരിക്കുന്ന സമയം മൂത്ത 2 പെൺകുട്ടികളുണ്ട്, മുഴുവൻ സ്വത്തും പോയി കിട്ടി. ഇനി അവർ താമസിക്കുന്ന വീടും പുരയിടും അല്ലാതെ ബാക്കിയെല്ലാം ഒന്നേന്ന് ഇനി ഉണ്ടാക്കണം. ആ അമ്മയുടെ ഉള്ളിൽ എന്തായിരിക്കും ഉണ്ടാവുക, ഞാൻ ഇനി എന്ത് ചെയ്യും, വാട്ട് വിൽ ബി മൈ ഫ്യൂച്ചർ. ഇവന്റെ കംപ്ലൈന്റ് വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ ഉള്ളിൽ വന്നത് എന്താണെന്നറിയോ, എന്റെ കുട്ടികളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും, എന്റെ പെൺകുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ കെട്ടിച്ചു വിടും, ഫ്യൂച്ചറിൽ ഞാൻ എന്തോരം പണിയെടുത്താലേ ഇനിയും ആ ഒരു ലെവലിലേക്ക് എനിക്ക് എത്തിത്തരാൻ കഴിയാൻ. അപ്പൊ അവരുടെ ഉള്ളില് അവരുടെ നിലനിൽപ്പാണ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടത്. അവർക്ക് ഭയങ്കര വിഷമമായി. തന്നെയല്ല അവരൊരു വളരെ ഒരു മര്യാദയുള്ള, വളരെ അച്ചടക്കമുള്ള നല്ലൊരു സ്ത്രീ ആയതുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള പേടി എന്തായിരുന്നു വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും അസുഖം ഇതുകൊണ്ട് വരും, അപ്പം അതും ഞാൻ സഹിക്കേണ്ടി വരും, ഞാൻ എങ്ങനെ ജീവിച്ചു പോകും എന്നുള്ളൊരു വലിയ ടെൻഷൻ ഈ പുള്ളിക്കാരത്തിക്ക് ഉള്ളിൽ വന്നു.
ഇതായിരുന്നു ബേസ്. അതിൽ നിന്നാണ് ഇവൻ ഇതെല്ലാം പ്രായമായപ്പോ തൊട്ട് കൊച്ചുകുട്ടിയായപ്പോ തൊട്ട് ഫിക്സ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എടുത്ത റൂബ്രിക്ക് കൺവൾഷൻസ് കോൺഷ്യസ് വിത്തോട്ട്, ഒന്നാമത്തെ റൂബ്രിക്ക്. രണ്ടാമത്തത് ജനറൽസ് കോൺട്രഡിക്ടറി ആൾട്ടർനേറ്റിംഗ് സ്റ്റേറ്റ്സ്. എന്താ കാരണം? സ്കിൻ കംപ്ലൈന്റ് ഉണ്ടാവുന്നു, സോറിയാസിസ് ഉണ്ടാവുന്നു, പ്രൊമിഡറോസിസ് വരുന്നു, ANA പോസിറ്റീവ് ആവുന്നു, എപ്പിലെപ്റ്റിഫോം അബ്നോർമാലിറ്റീസ് വരുന്നു, ബ്രെയിനില് മോഡറേറ്റ് ഡിസ്ഫങ്ഷൻ, ഫോക്കൽ മോഡറേറ്റ് ഡിസ്ഫങ്ഷൻ ഫ്രോണ്ടൽ ആൻഡ് പാരേറ്റൽ ലോബ്സിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ടെമ്പറൽ ആൻഡ് ഫ്രോണ്ടൽ ലോബില് ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടായത്. ലെഫ്റ്റ് സൈഡ് എന്തിനുള്ളതാ? നമ്മുടെ ബോഡിക്കിടെ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡ് ഈസ് ഫോർ രക്തബന്ധത്തിലുള്ളവർക്ക്, ബ്ലഡ് റിലേറ്റീവ്സ്. അതുപോലെ തന്നെ ബ്ലഡ് റിലേറ്റീവ്സ് ആരൊക്കെയാണ്? അച്ഛൻ, അമ്മ, സഹോദരങ്ങള്, മക്കള്. ഭാര്യയില്ല. ബ്ലഡ് റിലേറ്റീവില് ഭാര്യയില്ല. അച്ഛൻ, അമ്മ, സഹോദരങ്ങള്, മക്കള്. പിന്നെ നമ്മൾ പെറ്റായിട്ട് കരുതുന്ന മൃഗങ്ങൾ. പിന്നെ ചിലര് ജോലിയെ സ്വന്തമായിട്ട് കണക്കാക്കും, അതും ഒരു പെറ്റാണ്. അതൊക്കെ പിന്നെ വരുന്ന പോയിന്റുകളാണ്. എങ്കിൽ ആദ്യത്തെ പോയിന്റിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ രക്തബന്ധത്തിലുള്ളവരുടെ ടെൻഷനിൽ നിന്നാണ് ഇങ്ങനെ ഉണ്ടാവുക. ഈ പയ്യന് ലെഫ്റ്റ് ടെമ്പറോ ഫ്രോണ്ടൽ ലോബിലായിരുന്നു കംപ്ലൈന്റ് ഉണ്ടായിരുന്നത്. സോ ഞാൻ അടുത്ത റൂബ്രിക് എടുത്തത് എക്സിസ്റ്റൻസ് സറൗണ്ടിങ് ഡിഡ് നോട്ട് എക്സിസ്റ്റ്. ഒരു റൂബ്രിക്കാണ്, നമ്മുടെ റഡാറിൽ നിന്ന് എടുത്ത റൂബ്രിക്കാണ്. എക്സിസ്റ്റൻസ് സറൗണ്ടിങ് ഡിഡ് നോട്ട് എക്സിസ്റ്റ്. ഈ 3 റൂബ്രിക്കും എടുത്തിട്ട് വന്ന മെഡിസിൻസ് ആഗ്നസ് കാസ്റ്റസ്, നക്സ് മോസ്കാറ്റ ആൻഡ് പൾസാറ്റില. നിങ്ങൾ തന്നെ പറയും ഏത് മെഡിസിൻ ആയിരിക്കും? എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നിങ്ങൾക്ക് തോന്നണ ഒരു മരുന്ന് ഒന്ന് പറഞ്ഞു നോക്കൂ. ആരും മിണ്ടുന്നില്ലല്ലോ. എല്ലാവർക്കും പറയാൻ, എല്ലാരും അൺമ്യൂട്ടാണ്. അത് ഞാൻ ആഗ്നസ് ആണോ? എനിക്കും അങ്ങനെ തോന്നി. ജയലളിത അല്ല, ലതാ മനോഹരൻ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട്. അല്ലേ? നക്സ് മോസ്കാറ്റ, നക്സ് മോസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആഗ്നസും ഒരാൾ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒരാൾ നക്സുമോസ് തന്നെ പറയുന്നു. ഓക്കെ, നക്സുമോസ്കാറ്റ. ഓക്കെ. അപ്പം ഞാൻ അതൊന്ന്, നസ്മോസ്കറ്റ എന്ന് പറയുന്ന ഡ്രഗിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നസ്മോസ്കറ്റ ഒരു നല്ല സെലക്ഷൻ തന്നെയാണ്, തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. നസ്മോസ്കറ്റയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആബ്സെന്റ് മൈൻഡഡ്നെസ് ആണ് അതിന്റെ മെയിൻ സിംറ്റം. ആബ്സെന്റ് മൈൻഡഡ് ആയിരിക്കുക, ഭയങ്കര ഡൾനെസ്, ഭയങ്കര സ്ലീപ്പിനെസ് ഉള്ള ഡ്രഗാണ്. നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മുടെ കീനോട്ടിൽ വായിക്കുന്ന ഒരു മെയിൻ സിംറ്റം ഉണ്ട്. അതായത് വായിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടായിരിക്കില്ല, പശ പോലെ സലൈവ ഒട്ടിപ്പിടിക്കും, എന്നാൽ പോലും വെള്ളം കുടിക്കുകയില്ല. കൺഫ്യൂഷൻ, സ്പേസ്ഡ് ഔട്ട് ഫീലിംഗ്, ഫീൽ സ്ട്രേഞ്ച്, ഇൻടോക്സിക്കേറ്റഡ് വിത്ത് ഇറസിസ്റ്റിബിൾ ഡ്രൗസിനെസ്. അതായത് എപ്പോഴും ഒരു എന്താ പറയാ, കംപ്ലൈന്റുമായിട്ട് റിലേഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെ ഭയങ്കരമായിട്ട് ഉറക്കമുള്ള ഡ്രഗ്, ഭയങ്കര ഉറക്കം തൂങ്ങിയായ ആളുകൾ, ഫോർഗെറ്റ്ഫുൾ വാട്ട് അബൌട്ട് ടു ഡു, എന്താ ചെയ്യാൻ പോയെന്ന് മറന്നു പോകുന്ന അവസ്ഥ, വീക്ക്നെസ് ഓഫ് മെമ്മറി, ആൻസറിങ് വെരി സ്ലോലി, ഇറസൊല്യൂഷൻ ഇൻ പ്രോജക്ട്സ്, ഓരോ കാര്യത്തിലും പിന്നെ എന്താ ചെയ്യുന്നതെന്ന് റെസൊല്യൂഷൻ എടുക്കാൻ പറ്റാതെ ആയി പോവുക, ബിൽവേർഡ് ആസിഫ് ഇൻ എ ഡ്രീം, ഉറക്കം തൂങ്ങി സ്വപ്നം കണ്ടു ജീവിക്കുന്ന ഒരു മനുഷ്യനെ പോലെ ഇരിക്കുക, സറൗണ്ടിങ് സീംഡ് ചേഞ്ച്ഡ്, ഡസ് നോട്ട് റെക്കഗ്നൈസ് വെൽ നോൺ സ്ട്രീറ്റ്സ്, അയാളുടെ സ്വന്തം വീടിനടുത്തുള്ള തെരുവുകൾ പോലും അയാൾ തിരിച്ചറിയാതെ പോവുക, സ്റ്റുപ്പിഫാക്ഷൻ അഗ്രവേറ്റ്സ് മെൻസസ്, പ്രഗ്നൻസി ആൻഡ് കംസ് ടു ഹെയർസെൽഫ് വിത്ത് എ സ്റ്റാർട്ട്. അത് പ്രഗ്നന്റ് ആയിരുന്ന സമയത്തും മെൻസസ് ആയിരിക്കുന്ന സമയത്തും ഒക്കെ ഭയങ്കരമായ ക്ഷീണവും ഉറക്കം തൂങ്ങലും.
seems to be two person. Real self seems to be watching one other self. Delusion has two heads. ഇയാൾക്ക് രണ്ട് തലയുണ്ടെന്നാണ് അയാൾക്ക് തോന്നുന്നത്. ഇതൊക്കെയാണ് നസ്മോസ്കറ്റയുടെ മെയിൻ മെന്റൽ സിംറ്റംസ്. നമ്മുടെ പേഷ്യന്റ് ഉറക്കം തൂങ്ങിയാണോ? അല്ലല്ലോ. അല്ല. അപ്പൊ നസ്മോസ്കറ്റ റൂൾ ഔട്ട് ചെയ്തു. ഇനി ഏതാ വരുന്നത്? ആഗ്നസ് കാസ്റ്റസ് അല്ലേ? ആഗ്നസ് കാസ്റ്റസിനെ കുറിച്ച് ഞാനിത് വായിക്കുന്ന റഡാറിന്റെ നോട്ട്സ് ആട്ടോ. നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി ഞാനത് ആ രീതി ചെയ്യുന്നതാണ്. ഈ ഒരു വേർഷൻ അല്ലാണ്ടേ കുറെ വേർഷൻസ് ഉണ്ട് കേട്ടോ മെഡിസിൻസിനെ കുറിച്ചൊക്കെ. പക്ഷെ എങ്കിൽ പോലും ഞാൻ റഡാറിന്റെ നോട്ട്സ് ആകുമ്പോൾ ഒരു എല്ലാവരും ഒരുപോലെ എന്താ പറയാ ഉപയോഗിക്കുന്ന ഒരു ഇതാണല്ലോ എന്നോർത്താണ് ഞാൻ അത് പറയുന്നത് കേട്ടോ. ആഗ്നസ് കാസ്റ്റസ് എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ്. ആഗ്നസ് കാസ്റ്റസിലെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ അമിതമായിട്ട് ജോലി എടുക്കുക, രാത്രിയും പകലുമില്ലാതെ. നമ്മുടെ ഈ IT പിള്ളേരെ പോലെ, അതായത് ജോലിക്ക് പോവുക, ഫുൾ ടൈം രാത്രി മുഴുവനും ഉറക്കളച്ചിരുന്ന് ജോലി ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പകല് മുഴുവനും TV-യിലും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും നമ്മുടെ ഫോണിലും ഒക്കെ ആയിട്ട് കളിച്ചു നടക്കുക. അങ്ങനെ അതുപോലെ തന്നെ അവര് ഒട്ടും തന്നെ എന്താ പറയാ ജീവിതത്തിന് ഒരു വില കൊടുക്കാത്ത ആൾക്കാര്, ഭയങ്കര സെക്ഷൽ എക്സസ് ഉള്ള പേഷ്യൻസ്. പിന്നെയോ അതുപോലെ തന്നെ ഇവർക്ക് ഓവറായിട്ടുള്ള മറവികള് കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ബ്രെയിൻ പതുക്കെ ഡൗൺ ആവും തുടങ്ങും. അതായത് ഓവർ യൂസ് ഓഫ് ഈ കഞ്ച അങ്ങനെയുള്ള യൂട്ടിലൈസ് ചെയ്തിട്ട് ബ്രെയിനിന്റെ മെമ്മറി വളരെ കുറഞ്ഞു പോകുന്ന പേഷ്യൻസ്, സെക്ഷൽ എബിലിറ്റി വളരെ കുറഞ്ഞു പോകുന്നവര്. അതേസമയം ഈ തെറ്റെല്ലാം ചെയ്തിട്ട് വല്ലാതെ ഡെസ്പെയർ ആയി പോവുക, എൻ്റെ ഹെൽത്ത് മുഴുവൻ പോയി, ഞാൻ വെറുതെ ആയിപ്പോയി, എൻ്റെ ജീവിതം നശിച്ചു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന പേഷ്യൻസ്. അതായത് പലപ്പോഴും അവരുടെ ശരീരം അവർ തന്നെ പറയും, ഞാൻ ഏത് നിമിഷത്തിലും തലകറങ്ങി വീഴും കേട്ടോ എന്ന് പറയുന്ന പേഷ്യൻസ്. ഫിയർ ഓഫ് ഡെത്ത്, ഫീലിംഗ് ദാറ്റ് ഡെത്ത് ഇസ് ഇമിനന്റ്. അതായത് ഞാൻ മരിക്കാറായി ഡോക്ടറെ എന്ന് പറഞ്ഞു വരുന്ന കൊച്ചു പയ്യന്മാര്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവരുടെ ലൈഫ് മുഴുവനും, അവരുടെ ജീവിതം മുഴുവനും എരിച്ചു തീർത്തു കഴിഞ്ഞു. മാനിക് ഡിപ്രഷൻസ്, വീക്ക്നെസ്, അണേബിൾ ടു കോൺസെൻട്രേറ്റ്, ഹൈഡ് വീക്ക്നെസ് വിത്ത് എക്സ്ട്രീം ബിഹേവിയർ, attitude of superiority, arrogance, discontented, self-contempt when alone, alternating with deep sadness, worthless feeling, desire for death, apathy, with feeling as if nothing ever excited. നമുക്ക് ആഗ്നസ് കാസ്റ്റസ് പല കേസിലും നമുക്ക് പ്രാക്ടീസിലൊക്കെ വളരെ എളുപ്പത്തിൽ പല കേസിലും ക്യൂർ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മെഡിസിനാണ് ആഗ്നസ് കാസ്റ്റസ്. എനിക്ക് ക്ലിനിക്കിൽ ഞാൻ വളരെ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഈ 10ാം ക്ലാസ് പരീക്ഷ അടുക്കാറാവുമ്പോൾ പല കുട്ടികൾക്കും ഈ മെഡിസിൻ വളരെ എഫക്റ്റീവാണ്. കാരണം ഇവര് രാത്രിയും പകലും ഇല്ലാണ്ടിരുന്ന് പഠിക്കും. IAS-നൊക്കെ പഠിക്കുന്ന പിള്ളേര് രാത്രിയും പകലും ഇല്ലാതെ അവരുടെ ഹെൽത്ത് പോലും നോക്കാതെ ചുമ്മാ ചായ തിളപ്പിച്ച് കുടിച്ചും കാപ്പി തിളപ്പിച്ച് കുടിച്ചും നട്സ് നമ്മൾ ഫീൽ ചെയ്യും. പക്ഷെ നട്സിനേക്കാൾ കൂടുതൽ അവരുടെ അരഗൻസും അവരുടെ ഹോട്ടിനെസ്സും ഒക്കെ കാണുമ്പോൾ നമുക്ക് നട്സ് ഫീൽ ചെയ്യും. നമുക്ക് പ്ലാറ്റിനയൊക്കെ കൊടുക്കാൻ തോന്നും. പക്ഷെ മിക്കവാറും അത് ആഗ്നസ് ആയിരിക്കും. കണ്ടിട്ടുണ്ടോ? നീണ്ടു മെലിഞ്ഞ വിരലുകളുള്ള ഭയങ്കര കുറ്റിത്താടിയൊക്കെ ഉള്ള പയ്യന്മാരൊക്കെ വരും നമ്മുടെ അടുത്ത് മരുന്നിന്. അതുപോലെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയ കണ്ണുകളോട് കൂടിയുള്ള പയ്യന്മാർ. പെൺപിള്ളേരാണെങ്കിലും അതെ, ഇപ്പൊ പയ്യന്മാരെന്നൊന്നുമില്ല, പെൺപിള്ളേരും ഉണ്ട്. MDMA ഒക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ ഹെൽത്ത് മുഴുവൻ പോയി, മെമ്മറി എല്ലാം പോയി. ഇന്നും വന്നിട്ടുണ്ടായിരുന്നു ഒരു പയ്യൻ. ആ പയ്യൻ ഭയങ്കരമാണ്. അവനെ ബിടെക്കിന് പഠിക്കുന്ന പയ്യനാ, 3ാം വർഷം. അപ്പൊ അവന് 40 സപ്ലിയാണ് 3ാം വർഷമായപ്പോഴേക്കും. അവനെ പൈങ്കുളത്തൊക്കെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു. ഒരു പ്രയോജനം ഇല്ലാണ്ടായി തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഫുൾ ടൈം ഡ്രഗ് യൂസ്, വീട്ടിലാരോടും മിണ്ടില്ല, സാധനങ്ങൾ തല്ലി പൊട്ടിക്കുക, വഴക്കുണ്ടാക്കുക, അമ്മയെ കൊല്ലാൻ ചെല്ലുക. ഒരു ദിവസം ഗ്യാസ് തുറന്നു വിട്ടു, ആത്മഹത്യക്ക് ശ്രമിക്കുക, റെവിലപ്പാളത്തിൽ ചാടാൻ പോക്ക്. എൻ്റെ വീട് തൊട്ടടുത്ത റെയിൽവേ ക്രോസാ, തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷനടുത്ത് അവരുടെ വീട്. അപ്പോൾ റെയിൽവേ ക്രോസ് ചാടാൻ പോവുക. ഇങ്ങനെയൊക്കെയുള്ള ബഹളങ്ങളുള്ളൊരു പയ്യൻ. അവൻ്റെ അമ്മയാണെങ്കിൽ തയ്യൽ കൊണ്ട് ആ കുടുംബം കൊണ്ടു നടക്കുന്നതാണ്. അവരുടെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ചേക്ക്, ഇങ്ങനെയുള്ള കുട്ടികൾ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ
നമുക്ക് മറ്റു മരുന്നുകളുടെ കൂടെ തന്നെ ആലോചിക്കാവുന്ന ഒരു ഡ്രഗാണ് ആഗ്നസ് കാസ്റ്റസ്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ പയ്യൻ ആഗ്നസ് കാസ്റ്റസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതും പറ്റൂല. അപ്പൊ അടുത്ത മെഡിസിൻ ഏതാ? പൾസാറ്റില. പൾസ് പൾസാറ്റിലയുടെ പ്രത്യേകത എന്താ? നമ്മളെല്ലാരും പൾസാറ്റില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാവമായിട്ടുള്ള മൈൽഡ് ചിരിച്ച് കുഴഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടി അല്ലേ? നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇവൻ ഓരോ പ്രാവശ്യം എൻ്റെ അടുത്ത് വരുന്നത് എന്തിനാ? അവന്റെ സ്കിൻ കംപ്ലൈന്റ് കുറയ്ക്കാനായിട്ടാ അല്ലേ? പൾസാറ്റിലയുടെ മെയിൻ പോയിന്റ് അതാണ്. അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അതിൽ അവർ ഒബ്സ്റ്റിനേറ്റ് ആയിരിക്കും. മൈൽഡ് ബട്ട് ഒബ്സ്റ്റിനേറ്റ്. ഏത് കാര്യം അവനാവശ്യം അതാണ്. അവന് ഫിക്സ് മാറും. അവനൊരു ചെറിയ മന്ദിപ്പുണ്ട്, അപ്പൊ അവന് ഫിക്സ് അല്ല മാറേണ്ടത്, അവന്റെ സ്കിൻ കംപ്ലൈന്റ് മാറി കിട്ടുന്നു. അതിനവൻ എന്തും ചെയ്യും, നാണം കെട്ടും ചെയ്യും അല്ലേ? അതാണ് എന്റെ മുമ്പിൽ ഷഡി മാത്രം ഇട്ട് നിൽക്കണം. ഗവൺമെന്റ് ഓപ്പിയിലാന്ന് ഓർത്തോളണം, ഷഡി മാത്രം ഇട്ട് 10-27 വയസ്സായ ഒരു പയ്യൻ നിൽക്കുന്നത്. നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്റെ കാര്യം നടക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറയുന്ന ഒബ്സ്റ്റിനേറ്റ് ആൻഡ് എന്താ പറയാ ഇൻഡസ്ട്രിയസ് ആൻഡ് ഒബ്സ്റ്റിനേറ്റ് ആയ പൾസാറ്റില 200 ഞാൻ ഒരു ഡോസ് കൊടുത്തു. സർവശക്തന്റെ അനുഗ്രഹം കൊണ്ട്, അതായത് 8/22 മുതൽ ഇന്ന് വരെ അവൻ പിന്നീട് ഫിക്സുമായിട്ട് വന്നിട്ടില്ല. അവന്റെ ദേഹത്തെ മുഴുവൻ സ്കിൻ കംപ്ലൈന്റും മാറിക്കിട്ടി. ഇപ്പൊ കരഞ്ഞുകൊണ്ട് നടക്കുന്നത് അവന്റെ കാലയിലെ ആ ബ്രോമിഡറോസ്, കാല് മാത്രം, കയ്യിലൊക്കെ കുറഞ്ഞു. അതായത് ഈ മൊരിച്ചിൽ എന്ന് പറയുന്ന അസുഖം ഉണ്ടല്ലോ, മൊരിഞ്ച് മാറിയിട്ടില്ല. കാലയിലെ മൊരിഞ്ചിലും കൂടെ മാറ്റി, കറുപ്പ് മാറ്റി തന്നെ വന്നു. അവൻ പഴയ ഫോട്ടോയും കൊണ്ട് വന്നിരിക്കുക. പണ്ട് അവൻ ഭയങ്കര വെളുത്തവനായിരുന്നു, ഇപ്പൊ കറുത്തിരിക്കുന്നു. കറുപ്പും കൂടെ, മുഖമൊക്കെ വെളുത്തു, എന്നിട്ടും പോരാ, കാലും കൂടി വെളുത്ത് കിട്ടണം. അപ്പൊ ഞാൻ പറയുന്നത് 3 കൊച്ചുങ്ങളുടെ അച്ഛനാണ്, നീ ഇനി പിന്നെയും കെട്ടാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ എന്നാലും അവൻ അതും കൂടെ കുറെ നടപ്പാ. പൾസാറ്റിൽ ഞാൻ ഒരു പ്രാവശ്യവും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ സ്കിൻ വല്ലാതെ ഒരു പ്രാവശ്യം കൂടി വേഴ്സനായി. കാരണം നമ്മുടെ ഹോമിയോപ്പതി അഗ്രവേഷനും കഴിഞ്ഞ് വേഴ്സനായി. ഹോമിയോപ്പതി പല കേസുകളിൽ നമ്മൾ മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ സ്കിൻ പുറത്തു വരുമ്പോൾ നമ്മളെല്ലാവരും പറയും, ഓ ഇത് ജസ്റ്റ് ഒന്ന് പുറത്തു വന്നതാ എന്നൊക്കെ പറയും. പക്ഷെ പുറത്തു വരുന്നതിനും ഒരു നിയമമുണ്ട്. അതായത് അത് വല്ലാതെ ഹോമിയോപ്പതി അഗ്രവേഷൻ എന്താ? സീമിംഗ്ലി ഇന്റൻസിഫിക്കേഷൻ ഓഫ് ദി സിംറ്റംസ്. സീമിംഗ്ലി ഇന്റൻസിഫിക്കേഷൻ, അത്രേ ഉള്ളൂ. ചെറിയതായിട്ടുള്ള രീതിയിൽ ഒന്ന് കൂടിയിട്ട് പിന്നെ കുറഞ്ഞു പോകണം. പക്ഷെ ഇതങ്ങനെയല്ല, പൊട്ടിപ്പഴുക്കുകയാണ്. വിജയകർ സാറ് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് സ്കിൻ കംപ്ലൈൻസ് നമ്മൾ കുറയ്ക്കുമ്പോൾ ഫ്രം എബോർഡ് ആൺവേർഡ്സ് സ്കിൻ എപ്പോഴും കുറയേണ്ടത്. ഇപ്പൊ തലയിൽ കംപ്ലൈന്റ് ഉണ്ട്, കാലയിലും ചൊറിയുണ്ടെങ്കിൽ ആദ്യം തലയിലെ കുറയണം. ഫ്രം സെൻട്രൽ ടു പെരിഫറി, മോർ ഇമ്പോർട്ടന്റ് ഓർഗൻസിൽ, ഇപ്പൊ ബ്രസ്റ്റിലൊക്കെ പഴുപ്പൊക്കെ ഉണ്ട്, അവന്റെ കാലയിൽ ഒരു ചൊറിയുണ്ട്, ബ്രസ്റ്റിലെ ആദ്യം കുറയണം. മോർ ഇമ്പോർട്ടന്റ് ഓർഗൻസിലെ ആദ്യം കുറഞ്ഞിട്ട് വേണം താഴോട്ട് പോകാൻ. അതുപോലെ തന്നെ സാറ് പ്രത്യേകം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ന്യൂ സിംറ്റംസ് പറയാൻ പാടില്ല. ഇപ്പൊ സ്കിൻ കംപ്ലൈന്റ് പുറത്തു വന്നു, അപ്പൊ നമ്മൾ പറയും, ഓ ഇത് പുതിയ ചൊറി വന്നേക്കുന്നു, അപ്പൊ അത് സാറില്ല, ഇത് പുതിയതൊന്നും വന്നതാ. അപ്പൊ പാടില്ല. ഓൾഡ് സിംറ്റം റീഅപ്പിയർ ചെയ്യാം, പക്ഷെ ന്യൂ ഏരിയയിൽ പുതിയ സ്കിൻ ഇറപ്ഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ആ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല, അത് കൂടുതൽ സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുവാണെന്ന്. പിന്നെ ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു കംപ്ലൈന്റ് റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിലും നെഗറ്റീവാണ്. കാരണം നമ്മുടെ മിഡ് ലൈൻ ക്രോസ് ചെയ്യാണ്. മിഡ് ലൈൻ ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടുതൽ സിഫിലിറ്റിക് ആയി എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഒരു ചെറിയ പരുവാണ് അവന്റെ ദേഹത്തുണ്ടായെന്ന് വിചാരിക്കാം. ആ പരു പൊട്ടിപ്പഴുക്കുകയല്ല വേണ്ടത്, ഉണങ്ങി ശാന്തമായി പോവുകയാണ് വേണ്ടത്. കാരണം ഒരു ടിഷ്യൂ പോലും നമ്മുടെ മെഡിസിൻ കൊടുത്തതിന് ശേഷം ലോസ് ആകാൻ പാടില്ല, ബസ്റ്റ് ഔട്ട് ചെയ്യാൻ പാടില്ല, ബ്ലഡ് പുറത്തു വരാൻ പാടില്ല. പഴുപ്പാണെങ്കിലും ഒരു പരിധി വിട്ട് കഠിനമായ പഴുപ്പോടുകൂടി പൊട്ടി പുറത്ത് ചാടാൻ പാടില്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടിപ്പോകാം, പക്ഷെ അത് ഹാം ചെയ്യരുത്, ലൈഫ് ഹാം ചെയ്യുന്ന ഡീപ്പ് അൾസറായിട്ട് പുറത്തേക്ക് വരാൻ പാടില്ല. ഇതെല്ലാം മെഡിസിൻ കൊടുത്തതിന് ശേഷമുള്ള നെഗറ്റീവ് പോയിന്റ്സ്. അപ്പൊ നമ്മൾ ഓർക്കും സ്കിൻ കംപ്ലൈന്റ് അല്ലേ, കുറച്ച് പൊട്ടിപ്പോട്ടെ. നമ്മൾ തന്നെ, ഞാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ, കുറച്ച് പൊട്ടിപ്പോക്കോട്ടെ അതിനെന്താ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ഒരാൾക്കിപ്പം സപ്പോസ് നമ്മുടെ വലത്തെ ചെവിയില് കമ്മലിടുന്ന ഭാഗത്ത് ഒരു പഴുപ്പുണ്ടായി എന്ന് വിചാരിക്കുക, ആ പഴുപ്പ് കുറയാതെ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ഉണ്ടായാൽ ഇറ്റ് ഈസ് വെരി റോങ്. ദിസ് ഈസ് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ പഴുപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് വേറൊരു രോഗമായിട്ട് വേണമെങ്കിൽ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ വരാം.
പക്ഷെ മരുന്ന് കൊടുത്ത് വിത്തിൻ 2 or 3 months തന്നെ അടുത്ത രോഗം വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സിഫിലിറ്റി, വരാൻ പാടില്ല. അതിനാണ് ഈ PL കൊടുത്ത് നിർത്തുന്നത്. പേഷ്യന്റിന് അറിയില്ലല്ലോ ഇനി മരുന്ന് വേണ്ട, നിങ്ങൾ 3 മാസം കഴിഞ്ഞു എന്നെ കാണിക്കാൻ വാന്ന് പറഞ്ഞ് ഏതെങ്കിലും പേഷ്യന്റ് വരുമോ? അപ്പൊ നമുക്ക് PL കൊടുത്ത് നിർത്തേണ്ടി വരും. പിന്നെ അവർക്ക് എക്സ്ട്രാ മെഡിസിൻ ഒക്കെ കൊടുത്ത് അവരോട് വെയിറ്റ് ചെയ്യാൻ പറയേണ്ടി വരും. അവരെ ക്യൂർ ആക്കാനുള്ള ഒരു തത്രപ്പാടാണത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാല്, ഓരോ പേഷ്യന്റിനും ഡിഫറെന്റ് ആയ ആറ്റിറ്റ്യൂഡ്സും ഡിഫറെന്റ് ആയ തോട്ട് പ്രോസസ്സും ഡിഫറെന്റ് ആയ ഡെലൂഷൻസും ഉണ്ട്. അതെന്താന്ന് നമ്മൾ പഠിച്ചെടുക്കണമെങ്കിൽ നമ്മൾ എല്ലാം ഇരുട്ടിൽ തപ്പുവാണ്. എന്തുകൊണ്ട് ഈ പേഷ്യന്റ് കുറയുന്നില്ല? പേഷ്യന്റ് നമ്മളെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുക. ക്യൂറാക്കിത്താ എന്നും പറഞ്ഞിട്ട് അവര് ഡിപ്പെൻഡ് ചെയ്യുക. അന്നേരം നമുക്ക് ഇവരെ നിങ്ങൾ ഇട്ടിട്ട് പൊക്കോ എന്ന് പറയാൻ പറ്റില്ല. ചില പേഷ്യൻസിനെ നമ്മൾ റെഫർ ചെയ്യും, വേറെ ഏതെങ്കിലും നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടർക്ക് റെഫർ ചെയ്യാൻ പറ്റും. പക്ഷെ റെഫർ ചെയ്യുന്നതിനൊക്കെ പരിധിയുണ്ടല്ലോ. സർക്കാർ ഒപ്പിന്ന് അങ്ങനെ ഒരു പരിധി വിട്ട് റെഫർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവര് പറയും ഞങ്ങൾ അവിടെ ചെന്നു, ആ ഡോക്ടർ ഞങ്ങൾ അവിടെ നിന്ന് വേറെ അടുത്തേക്ക് ഓടിച്ചു. പബ്ലിക് പരാതിയാവും. പ്രൈവറ്റ് പ്രാക്ടീസ് ആണെങ്കിൽ നമുക്ക് റെഫർ ചെയ്യും. ഇത് ഒരു പരിധി വിട്ട് റെഫർ ചെയ്യാൻ പറ്റത്തില്ല. റെഫർ ചെയ്യും കേട്ടോ, അപ്പൊ ഹയർ സെന്ററിലേക്ക് റെഫർ ചെയ്യാറുണ്ട്. എന്നാൽ പോലും നമ്മൾ കഴിയുന്നത് നമ്മൾ പരിശ്രമിക്കുക. ഇതാണ് ഒരു ഗുരുവിന്റെ ഗുണം. ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കൊരു വെളിച്ചം കാട്ടിത്തരിക. ഞാൻ ഈ കേസ് ഡോക്ടർ വിജയകർ സാറിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. കാരണം അദ്ദേഹം തന്ന അറിവിലൂടെയാണ് ഈ കേസ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആക്കാൻ സാധിച്ചത്. ഇപ്പോൾ അവൻ കംപ്ലീറ്റ്ലി ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, പൂർണ്ണമായിട്ട് സൗഖ്യമായി. പൾസാറ്റില കൊണ്ട് തന്നെ സൗഖ്യമായി തീർന്നു. 2 ഡോസ് കൊടുക്കേണ്ടി വന്നു. ചില കേസുകളിൽ ഇതിപ്പം ഒരു സിഫിലിറ്റി കേസിലെ അപ്രോച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ വേറെ ചില സൈക്കോട്ടിക് കേസുകളാണെങ്കിൽ ചിലപ്പോൾ 2-3 ഡോസ് മെഡിസിനും കൂടെയൊക്കെ കൊടുക്കേണ്ടി വരും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സിഫിലിറ്റി കേസുകളിൽ നമുക്ക് അധികം കൊടുക്കണ്ട, കാരണം ആ ഒരു ഡോസ് കൊടുക്കുമ്പോഴേ തന്നെ അവിടെ ആക്ഷൻ കണ്ടു തുടങ്ങും. പിന്നെ സിഫിലിറ്റി കേസുകൾ കൊടുക്കും. ഇത്തിരി പ്രായമായ, അതായത് സെൻസിറ്റിവിറ്റി കുറഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ ഹയർ പൊട്ടൻസി ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷെ ഒരുമാതിരി പയ്യനായ ഈ പയ്യന് 200 മതി. കാരണം അവന് സിഫിലിറ്റി കംപ്ലൈൻസ് ആണ് കൂടുതലുള്ളത്. സിഫിലിറ്റി കംപ്ലൈൻസ് കൂടുതലുള്ളപ്പോൾ സാധാരണ 200-ലാണ് ഏറ്റവും കൂടുതൽ ആക്ഷൻ കിട്ടുന്നത്. അതുകൊണ്ട് മാത്രം, എല്ലാമല്ല, ചില കേസുകളിൽ, ഇത്ര ക്രോണിക് കേസുകളിൽ. ഇതൊരു അക്യൂട്ട് കേസ് ആണെങ്കിൽ നമ്മൾ ഹയർ പൊട്ടൻസി കൊടുക്കേണ്ടി വന്നേനെ. സെൻസിറ്റിവിറ്റി അല്ല, നല്ല സെൻസിറ്റിവിറ്റി ഉള്ള ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ 30-യോ 60-യോ ഒക്കെ മതിയായിരുന്നു. 0/1-ഓ 0/2 ഒക്കെ മതിയായിരുന്നു. പക്ഷെ ഇത് ഒരു പയ്യനാണ്, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. അപ്പൊ ഇതിൽ വേറെ ഒരു തമാശ ഉണ്ടായത് എന്താന്ന് വെച്ചാൽ, ഇവന് ഈ സ്കിൻ കംപ്ലൈന്റിന് ഈ പൾസാറ്റില കൊടുത്ത 2ാമത്തെ വിസിറ്റില് അവൻ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിന് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ അപ്പൊ പഴയ ജ്വല്ലറി എന്താക്കി? ഡോക്ടറെ, ഞാൻ പുതിയ ഒരു ജ്വല്ലറി വേറെ സ്ഥലത്ത് പൈസയൊക്കെ കൊടുത്ത് സ്ഥലം വാങ്ങി പണിത് കഴിഞ്ഞു. ഇപ്പം അതിന്റെ ഉദ്ഘാടനമാണ്. ഞാൻ ചോദിച്ചു, നീ ആ പഴയ ബംഗാളിനെയാണോ? ഇല്ല ഡോക്ടറെ, ഞാൻ അവനെ വിട്ടു, ഇനി ഞാൻ നോക്കും, ഞാൻ തന്നെ കടയിലിരിക്കും, ഞാൻ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളാം എന്നത്. അപ്പോൾ അവന്റെ ആറ്റിറ്റ്യൂഡ്, അവന്റെ ആ ഒരു മനസ്സിൻ്റെതായ ആ ഒരു ഇനബിലിറ്റിയും കൂടി, ഒരു ഇറസൊല്യൂഷൻ ഉണ്ടായിരുന്നതും കൂടി അവന് വ്യത്യാസം വന്നു. പിന്നെ അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാൽ, അവൻ പിന്നെ എൻ്റെ അടുക്ക വരുമ്പോഴൊന്നും അവന് നിക്കറഴിച്ച് നിൽക്കാറില്ല. അടുത്തത് പക്ഷേ ഇതിന്റെ വേറൊരു നെഗറ്റീവ് പോയിന്റ് ഉണ്ടായത് എന്താന്ന് വെച്ചാൽ, ഈ പയ്യൻ ഇത്രയും ഫിറ്റ്സും ബഹളവും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അവന്റെ അച്ഛന്റെ ബ്രെയിനിൽ ക്ലോട്ടിംഗ് ഒക്കെ ഉണ്ടായി. അദ്ദേഹം കുറച്ച് നാളെ ജീവിച്ചിരുന്നുള്ളൂ. അതുപോലെ തന്നെ അവന്റെ ഇളയ കുട്ടിയെ, അവനെ ഗർഭിണിയായിരുന്ന സമയത്താണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായത്. ആ കുഞ്ഞ് ജനിച്ചത് അവന് ഗ്രോത്ത് ഹോർമോൺ ലോ ആയിട്ടാണ്. പൊക്കം കുറഞ്ഞ കുട്ടിയാണ്, സംസാരിക്കില്ല, ചിരിക്കില്ല, ആരുടെയും മുഖത്ത് നോക്കില്ല, ഫുൾ ടൈം ക്രൈ, ദേഹം മുഴുവനും സോറിയാസിസ്. അങ്ങനെയാണ് ആ കുഞ്ഞുണ്ടായത്. സർവശക്തന്റെ അനുഗ്രഹം കൊണ്ട് ആ കുഞ്ഞു ഇപ്പൊ രക്ഷപ്പെട്ടു. ഗ്രോത്ത് ഹോർമോൺ നോർമലായി, അവൻ നടന്നു തുടങ്ങി. നമ്മൾ തന്നെ മെഡിസിൻ കൊടുത്തു റിക്കവറി ആക്കി എടുത്തു. ഇപ്പൊ ഓക്കെയാണ്, ഇപ്പൊ സംസാരിച്ചു തുടങ്ങി. ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെയാ, ആൺകുട്ടിയാ. അപ്പം അമ്മമാര് ഗർഭിണിയായിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്ട്രെസ്
ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയെടുക്കും. അതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ, എങ്കിൽ പോലും ഞാൻ അത് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ എന്തോ അല്ല, ഒരു കേസ് തന്നെ വലിയൊരു കേസ് ആയതുകൊണ്ട് നമ്മളെ സമയം തീരാറായി അല്ലേ? സമയം തീരാറായി. ഇനി 9 മിനിറ്റേ ഉള്ളൂ. ഞാൻ അപ്പൊ 3 അങ്ങനെയാണെങ്കിൽ കേസാണ്. നമുക്ക് ഡോക്ടർ സൂസന് ഞങ്ങൾ ഇനി ഒരുപാട് അവസരങ്ങൾ തരും. കാരണം ഇനി 3 കേസ് എന്നല്ലേ പറഞ്ഞേ, അതിൽ ശൈല ഒന്ന് ഭയങ്കര ഇൻഡസ്ട്രിയസ് ആണ്, എന്നെ ഇനി പിടിച്ചിടാനുള്ള പരിപാടി. അല്ല, അതല്ല, 3 കേസ് പറയാൻ വന്നു, ഒന്നല്ലേ പറഞ്ഞുള്ളൂ. 2 കേസ് പെൻഡിങ് അല്ലേ. പിന്നെ മാത്രമല്ല നമുക്ക് കുറച്ചും കൂടി ഈ മറ്റേ എന്താണ് ക്യൂർ എങ്ങനെ പറയണമെന്നുള്ളത് കുറച്ചും കൂടെ ഉണ്ട്. പക്ഷെ മറ്റേ ആ ഒരു എന്താണ് ഓരോ ഡൗൺ അത് രൂപപ്പെടുന്ന കാര്യങ്ങളും ഡോക്ടർ അതൊക്കെ ധനേഷ് കൈ പൊക്കിയിട്ടുണ്ട്. സാർ എന്താ പറയാൻ പറയാം. ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതൊക്കെ നമുക്ക് ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ച് തന്നാൽ നന്നായിരിക്കും. ഓക്കെ. ധനേഷ് സാർ എന്താ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, എന്തായാലും വളരെ അതിഗംഭീരമായ ഒരു കേസ് പ്രസന്റേഷൻ ആയിരുന്നു. എല്ലാവരെയും ഇങ്ങനെ പിടിച്ചിരുത്തി 1 മണിക്കൂർ ഒരു വളരെ നല്ല രീതിയിൽ അതിന്റെ വിവിധ വശങ്ങൾ വിശദീകരിക്കുകയും ആ മെഡിസിൻ എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നും വർക്ക് ചെയ്തതിന് ശേഷം അതിൽ എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് ഉണ്ടായെന്നും എല്ലാം വളരെ ആ രോഗിക്കുണ്ടായ മാറ്റങ്ങളും ഇതെല്ലാം ഒബ്സർവ് ചെയ്ത് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. അതുപോലെ തന്നെ ഓരോ കേസിലും ഡോക്ടർ എടുക്കുന്ന സ്ട്രെയിൻ നമുക്കറിയാം. ഒരിക്കലും ഒരാൾ പറയുണ്ടായി, ഇങ്ങനെ ഒരു വീട്ടില് ഒരു കുട്ടിയെ പെട്ടെന്ന് പല ഡോക്ടർമാരെ കാണിച്ചിട്ട് കുറയുന്നില്ല. അപ്പം അവസാനം ഡോക്ടർ അടുത്ത് വന്ന് ചോദിച്ച ഒരു പൊടിക്കൊച്ചാണ്, 30 ദിവസം പ്രായം എന്തേ ഉള്ളു. അപ്പൊ ചോദിച്ച് എന്താണ് ഇന്നലെ എന്തെങ്കിലും വിശേഷം ഉണ്ടായോ എന്ന് ചോദിച്ചു. പറഞ്ഞ ആ കൊച്ചിന്റെ 28 കെട്ടായിരുന്നു. അപ്പം അന്നേരം തൊട്ട് കൊച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം തൊട്ട് ഡോക്ടർ കൊടുത്തത് ആർണിക്കായിരുന്നു. അപ്പൊ ഈ ആർണിക്ക കൊടുത്തതിന് ശേഷം കൊച്ചിന്റെ അസുഖം വളരെ വേഗം ഒറ്റ ഡോസ് കൊണ്ട് തന്നെ അങ്ങ് മാറി. പലരും അതിനു മുമ്പ് പല മരുന്നുകളും കൊടുത്തു. യഥാർത്ഥത്തിൽ ഡോക്ടറുടെ ആ എക്സ്പീരിയൻസും ആ ഒബ്സർവേഷനുമാണ് ഇവിടെ നമുക്ക് ഗുണകരമായി മാറിയത്. അപ്പൊ ഇതുപോലുള്ള ധാരാളം നുറുങ്ങുകൾ ഡോക്ടറുടെ കയ്യിലുണ്ട്. അപ്പൊ അതെല്ലാം ഇങ്ങനെ പലപ്പോഴായിട്ട് മാസത്തിലൊന്നോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊന്നോ ഒക്കെ വെച്ച് തരണം. കാരണം ഈ വേദിയിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു വേദിയാണ്. നമ്മുടെ പുതിയ ഡോക്ടർമാർക്കും അതുപോലെ പഴയ ആൾക്കാർക്കും അനുഭവങ്ങൾ പരസ്പരം പങ്കുവെക്കാനുള്ള ഒരു വേദി കൂടിയാണ്. നാളെ നമ്മുടെ ഒരു 4ാം വാർഷികത്തിലോട്ട് കടക്കുകയാണ്. അപ്പൊ അത് വലിയൊരു ദൗത്യം തന്നെയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ വീഡിയോസ് എല്ലാം നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇന്നത്തെ ക്ലാസ് നാളെ അപ്ലോഡ് ചെയ്യും. അപ്പൊ വ്യൂവേഴ്സ് ഒത്തിരി പേര് ഇത് കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഹോമിയോപ്പതിയുടെ നമ്മളെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരുടെ മുന്നിലും എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് IMB ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും ഡോക്ടറുടെ കയ്യിലുള്ള ഇങ്ങനെയുള്ള വലിയ വലിയ അറിവുകളാണ്. ഡോക്ടർ പറയുമ്പോൾ ചെറുതാണെന്ന് പറയുമെങ്കിലും നമ്മുടെ ദൃഷ്ടിയിൽ അത് വലിയ അറിവുകൾ തന്നെയാണ്. അത് പങ്കുവെക്കുന്നതിൽ ഒരു പിശുക്കും കാണിക്കരുതും എന്നൊരു അഭ്യർത്ഥനയോടുകൂടിയാണ് എനിക്ക് വെക്കാനുള്ളത്. ഓക്കെ, നന്ദി ധനേഷ് ഡോക്ടറെ. അപ്പൊ ഞാൻ മാത്രമല്ലേ പറഞ്ഞത്, ധനേഷ് ഡോക്ടറും പറഞ്ഞേ. അപ്പോഴേ ഇനി മറ്റു ഡോക്ടേഴ്സിന് ജയലളിത ഡോക്ടറൊക്കെ ടൈപ്പ് ചെയ്ത് ഒത്തിരി പേര് നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും നേരിട്ട് പറയണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരിക. ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ. ജയചന്ദ്രൻ ഡോക്ടറെ സംസാരിച്ചോളൂ. അതെ, ഇപ്പൊ നമ്മുടെ ഡോക്ടർ ഈ സോറിയാസിസ് കേസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തല്ലോ. ഈ സോറിയാസിന്റെ കൂടെ തന്നെ ല്യൂക്കോഡെർമ കൂടെ അപ്പിയർ ചെയ്താൽ നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കണം? അപ്പൊ അതേപ്പറ്റി ഒരു ക്ലാസ് വീണ്ടും വന്നെടുക്കണം അല്ലെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ സോറിയാസിസ് പോലെ അല്ല, അത് എന്നാലും സോറിയാസിസ് കേസായിട്ട് വരുന്ന പേഷ്യന്റിന് തന്നെ
ശരീരത്തിന്റെ അവിടെ സോറിയാസിസിനും ഇവേഡ് ചെയ്യുമ്പോൾ താഴെ ആ, ലുക്കോഡെർമ തെളിഞ്ഞു വരാറുണ്ട് ചില കേസുകളിൽ. അതാണ് അങ്ങനെയുള്ള കേസിനെ നമ്മൾ ഏത് രീതിയിൽ മാനേജ് ചെയ്യും? അല്ല ഇതിന് എനിക്ക് എല്ലാത്തിനും കൂടെ ഒറ്റ വാക്കേ ഉള്ളൂ. ഒന്ന് ആ, രോഗിയുടെ പേഷ്യൻസ്, രണ്ട് നമ്മുടെ പേഷ്യൻസ്, നമ്മുടെ ആ, ഉത്സുകത. ഒരു ആ, കേസ് കണ്ടിട്ട് ഇട്ടിട്ട് ഓടാതിരിക്കുക, ആ, പുറകെ കൂടിയേക്കുക, അവരെ സൗഖ്യമാക്കണം എന്നുള്ള ഒരു ദൈവത്തെ ഉള്ള പേടി. അതാണ് സത്യം, ദൈവത്തോടുള്ള പേടി. പിന്നെ ആ, നമ്മുടെ ഫോക്കസ്, നമ്മുടെ പ്ലാനിങ്. അതെ അതെ. പിന്നെ എന്താ ആ, പറയുക, ഇതിൽ ഏറ്റവും ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത്, ഞാനൊരു സാധാരണക്കാരിയായ ഒരു DHMS ഡോക്ടറാണ്. എനിക്കിത് സാധിക്കുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ സ്കൈ ഈസ് ദ ലിമിറ്റ്. അതൊന്ന് എല്ലാവരും ഉള്ളുകൊണ്ട് വിചാരിച്ചാൽ തന്നെ നമ്മുടെ സിസ്റ്റത്തെ കളിയാക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ആൻസർ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. തെറ്റുകളും കുറ്റങ്ങളും അപ്പൊ ഇങ്ങനെ ഒരു മിക്സഡ് കംപ്ലൈന്റ് ആയിട്ട് വരുന്ന ഒരു കേസിനെ പറ്റി ഡോക്ടർ അടുത്തൊരു ദിവസം ഒന്ന് പറയാൻ ചേരണമെന്ന് പൊതുവെ ഉള്ള സത്യം പറയാം. ക്ഷണിക്കുന്നു. ഞാൻ മൈസെൽഫ് വിചാരിക്കുന്നത് ഞാനൊരു നല്ല ടീച്ചറല്ല എന്നാണ്. അപ്പൊ എനിക്കിങ്ങനെ ഒത്തിരി ഇങ്ങനെ ക്ലാസ് എടുക്കാൻ എനിക്ക് പേടിയാ. ഉള്ള സത്യം പറഞ്ഞ ഒരു ക്ലാസ് എടുക്കുന്ന ദിവസം ഭയങ്കര ടെൻഷനാണ് എനിക്ക്. അപ്പൊ കഴിയുന്നത് ഞാൻ ഇവേഡ് ചെയ്യുള്ളൂ. ഇത് ശൈല ഡോക്ടർ എന്നെ പിടിച്ചിട്ടതാ ഇതില്. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ പറഞ്ഞു തന്നോളാം. ഞാൻ ഭയങ്കര വലിയ ഫാക്കൽറ്റി ഒന്നും അല്ല, അങ്ങനെ കണ്ടു വേണേ ക്ലാസ് കേൾക്കാമെന്ന് മാത്രം. എന്നാലും എക്സ്പീരിയൻസ് ആണല്ലോ എല്ലാവർക്കും വേണ്ടുന്ന പുതിയ അറിവുകൾ. ഓക്കെ, ജയചന്ദ്രൻ ഡോക്ടറെ നന്ദി. അടുത്തത് നമുക്ക് സലീം കുമാർ. തീർച്ചയായിട്ടും ജയചന്ദ്രൻ ഡോക്ടറെ റിക്വസ്റ്റ് ഡോക്ടർ സൂസൻ പരിഗണിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തത് സലീം കുമാർ ഡോക്ടറെ സംസാരിച്ചു. ഹലോ ഡോക്ടറെ. നമസ്കാരം. ഒന്നുമില്ല, ഇതിനകത്ത് സുഖായിരിക്കുന്നു. ഞങ്ങൾക്ക് സ്ഥിരം കുറ്റികളാണ്. അപ്പൊ ഡോക്ടറെ ഇന്ന് കുറെ കാലമായിട്ട് കാണുമ്പോഴത്തേക്കും ആ സന്തോഷം അറിയിക്കാൻ ഇതാണ്. ക്ലാസ് ഗംഭീരമായിട്ടുണ്ട്. അയ്യോ, ഇങ്ങനെയുള്ള ഹോമിയോപ്പതിയുടെ സൗന്ദര്യം ഇങ്ങനെയുള്ള ക്ലാസ്സുകളുടെ കൂടിയാണ് നമുക്ക് മുന്നോട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഏതായാലും നന്നായിട്ടുണ്ട്. നന്നായിരിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എനിക്ക് ഡോക്ടറെ കുറിച്ച് കേൾക്കാറുണ്ട് കേട്ടോ. ശരി, താങ്ക് യു. ഇനിയും വരണം. ഓക്കെ ഓക്കെ, നന്ദി ഡോക്ടർ സലീം കുമാർ. ഇനി 2 മിനിറ്റ് കൂടിയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടോ? ഇനി ആരെങ്കിലും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ജയലളിത ഡോക്ടർ, ലതാ മനോഹരൻ ഡോക്ടർ, ഇവരാരെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. 10:29. അവരെല്ലാം അവരുടെ കമന്റ്സ് ഒക്കെ നേരത്തെ രേഖപ്പെടുത്തി. എന്തായാലും ഒത്തിരി പേർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഡോക്ടർ ക്ലാസ് എക്സലന്റ് എന്നും വളരെ നല്ല സെഷൻ ആയിരുന്നു എന്നും ഒക്കെ ഉള്ള കമന്റുകൾ നേരത്തെ എല്ലാവരും എഴുതി കാണിച്ചിരുന്നു. എന്തായാലും ഡോക്ടർ സൂസൻ കലക്കി ആദ്യത്തെ ക്ലാസ്. അപ്പൊ ഇനിയും ഇതുപോലുള്ള അറിവുകൾ, വ്യത്യസ്തമായ അറിവുകൾ എല്ലാവർക്കും ഒരു പുതിയ അനുഭവം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും ക്ലാസ്സുകളുമായിട്ട് വരിക. ഡോക്ടർ സൂസൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഡോക്ടർക്ക് നന്ദി പറയുന്നതിന്, സലീംകുമാർ ഡോക്ടർ തന്നെ സൂസൻ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സലീംകുമാർ ഡോക്ടറെ. ഡോക്ടറെ, ഞങ്ങള് ഒരേ കോളേജില് സീനിയർ ജൂനിയർ ആയിട്ടൊക്കെ പഠിച്ച ആൾക്കാരാണ്. പരസ്പരം അറിയും. പിന്നെ പൊതുവെ സ്ത്രീകൾ തൊടാൻ മടിക്കുന്ന ഏരിയയിലേക്കാണ് ഡോക്ടർ കടന്നു ചെന്നത്. കാരണം പൊതുവെ പ്രിഫറൻസ് ഹോമിയോപ്പതി എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ഞങ്ങളെയൊക്കെ ആ തലമുറയിലെ ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് കുറച്ചുകൂടിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏരിയയിലേക്ക് കടന്നു ചെന്നു എന്ന് അറിയുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അത് ഏതായാലും മാത്രമല്ല, ഡോക്ടർ വളരെ മിറക്കുലസ് ക്യൂവേഴ്സ് ഒരുപാട് നടത്തിയതായിട്ടൊക്കെ എനിക്കറിയാം. ചിലരൊക്കെ എന്നോടൊന്ന് പറയാറുണ്ട്. ആദ്യമൊക്കെ ഏത് സൂസനാണെന്നൊക്കെ ആദ്യം ഇല്ല, പിന്നെ എറണാകുളം ഹോമിയോ കോളേജിൽ പഠിച്ചാണെന്നൊക്കെ അറിഞ്ഞത്. ഏതായാലും
അതും സുന്ദരമായ ഹോമിയോപ്പതിയിലൂടെ തന്നെ എല്ലാം നല്ല നല്ല റിസൾട്ടുകൾ കൊടുക്കുന്ന ഡോക്ടർ ഒരുപാട് പലരുടെയും സ്വപ്നങ്ങളിലെ ക്യൂറാണ് ഡോക്ടർ കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഡോക്ടറെ ഇപ്പൊ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ IFPH കിട്ടിയതിൽ IFPHന്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനിയും വരണം. IFPHലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ അങ്ങനെയുള്ള ആ ഡോക്ടർ എൻ്റെയും ഒരു പഴയ കോളേജ് മേറ്റും കൂടി ആയതിൽ അയാളുടെ സന്തോഷം അറിയിക്കുന്നു. ഫോൺ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നന്ദി സലീംകുമാർ ഡോക്ടറെ. ഒന്ന് ചാറ്റ് ബോക്സിൽ സൂസൻ ഡോക്ടറുടെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. ജൂനിയേഴ്സിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനായിരിക്കും. ചോദിച്ചിട്ടുണ്ട് നമ്പര്. അപ്പൊ എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇനിയും ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ കേസിൽ ക്യൂർ കംപ്ലീറ്റ് ആവാതിരുന്നപ്പോ ചാടി 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 യഥാർത്ഥ മെഡിസിനിൽ എത്തിയല്ലോ. നമ്മളൊക്കെ ആണെങ്കിൽ രണ്ടു മൂന്ന് പ്രാവശ്യം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ക്ഷമ നശിച്ചിട്ട് ചിലപ്പോൾ നമ്മള് ആർക്കെങ്കിലും റെഫർ ചെയ്യുകയോ ഒക്കെ ചെയ്തേനെ. എന്തായാലും അവസാനം ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ആ കംപ്ലീറ്റ് ക്യൂർ ആക്കാനുള്ള ആ ഒരു ക്ഷമയും പിന്നെ അത് പ്രഫുൽ വിജയക്കർ സാറിന്റെ ക്ലാസ്സിനൊക്കെ ബോംബെയിലും എല്ലായിടും പോകുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊക്കെ ഉള്ള ആ ഒരു അനുഭവം കൊണ്ട് തന്നെ ആയിരിക്കും. എന്തായാലും വളരെ സന്തോഷം. എന്റെ റിക്വസ്റ്റ് പരിഗണിച്ച് ഇന്നത്തെ ക്ലാസ് എടുക്കാനായിട്ട് എത്തി. വളരെ സന്തോഷം. സൂസൻ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഓക്കെ.